വീടുകൾ പരമാവധി നിർമ്മിച്ച് നൽകി നമ്മുടെ മഹല്ലിലെ അംഗങ്ങളുടെ വീടിൻ്റെ ആവശ്യം ആവുന്ന അളവിൽ പരിഹരിക്കുക എന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹല്ല് ജമാഅത്ത് ഇത്രയും അർത്ഥഗംഭീരമായ പദ്ധതികളുമായി ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് കാലഘട്ടത്തിന് വളരെ പ്രധാനമാണെന്ന് മാത്രമല്ല, പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൻ്റെ മഹലുകൾ പലതുകൊണ്ടും മരവിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ കാണാനോ കണ്ടാൽ തന്നെ അത് കണക്കിലെടുത്ത് വേണ്ടത് ചെയ്യാനോ തയ്യാറാകാതെ പലപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട ദൈനംദിന തൃപ്തികൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കർമ്മപരിപാടികളെ മരവിപ്പിച്ചു വെച്ച നമ്മുടെ കേരളത്തിൽ എമ്പാടുമുള്ള വളരെ സമ്പന്നമായതും അതോടൊപ്പം തന്നെ വളരെ ബൃഹത്തായ സാമ്പത്തിക വഖഫ് സൗകര്യങ്ങളാൽ സമ്പന്നവുമായ മഹല്ലുകൾ പലപ്പോഴും വിമുഖത കാട്ടുന്ന ഒരു മേഖലയിലേക്ക് ഈരാറ്റുപേട്ടയുടെ മസ്ജിദുൽ അമാനും അതിൻ്റെ പരിപാലന സമിതിയും വളരെ കൃത്യമായ കാര്യബോധ കാഴ്ചപ്പാടോടുകൂടി ദിശാബോധത്തോടുകൂടി കടന്നു വരികയും അതിൻ്റെ ആത്മീയ കാര്യദർശികളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ച കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം ഒരു മഹല്ല് എന്താകണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി കാഴ്ചപ്പാടുള്ള ഒരു ഭരണസമിതി അല്ലെങ്കിൽ പരിപാലന സമിതിയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഈ നാട്ടുകാർക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷമാണ്. ഈ സന്തോഷം ഞാൻ പ്രത്യേകം പറയുമ്പോൾ പലപ്പോഴും ആ രംഗത്ത് നമ്മുടെ സമുദായം പരാജയപ്പെട്ടു പോകുന്നു എന്ന നൊമ്പരവും കൂടി എൻ്റെ മനസ്സിൽ പേറുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ 10-30 വർഷത്തിലധികമായുള്ള ഒരു ദിവസം പോലും ഇടവേള ഇല്ലാതെ ഞാൻ മഹല്ലുകളുടെ ഇമാമായി 4-5-6 പള്ളികളിൽ, നിങ്ങളുടെ ഈ നാട്ടിലടക്കം 5-6 പള്ളികളിൽ ഇതിനകം ദീർഘമായ കാലങ്ങളിൽ ഖത്തീബായിരുന്ന ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ ഓരോ മഹല്ലുകളും ആ മഹല്ലുകൾക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന മഹല്ലിൻ്റെ ഉത്തരവാദിത്വത്തോട്, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തുന്ന പരിപാലകരും ഭരണസമിതിയും ആയിരുന്നു ഓരോ മഹല്ലിനുമുള്ളതെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ ആനുകാലിക പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നവും ഈ മലയാളക്കരയിൽ ഉണ്ടാകുകയില്ലായിരുന്നു 1% പോലുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മഹല്ലുകൾ ചെയ്യേണ്ടത് ചെയ്താൽ മുസ്ലിം ഉമ്മത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷ ജനതയായ ഇസ്ലാമിക സമൂഹം, ഞാനൊരിക്കൽ കേരളത്തിൽ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതലാണ്, ഭൂരിപക്ഷ ജനതയാണ് എന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് ഇവിടുത്തെ പ്രസിദ്ധമായ പല കർമ്മ ചാനലുകൾ അടക്കം എടുത്തിട്ട് വല്ലാതെ വാർത്തയാക്കി. അലിയാർ ഖാസിമി പറയുന്നു ഇവിടെ ഭൂരിപക്ഷ സമുദായമാണ് മുസ്ലിം സമുദായം എന്ന്. യഥാർത്ഥത്തിൽ എന്താ വല്ല പ്രശ്നമുണ്ടോ? മുസ്ലിം സമുദായം ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഭൂരിപക്ഷ സമുദായം മുസ്ലിങ്ങളാണ്. ഇത്രയും ഭൂരിപക്ഷമായ ഒരു സമൂഹം, കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളുള്ള, കേരളത്തിലെ ഏറ്റവും വലിയ വീടുകളുള്ള, കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സമുച്ചയങ്ങളുള്ള, കേരളത്തിൽ സൂപ്പർ സ്റ്റാറുകളുള്ള, കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നനുള്ള ഒരു സമുദായം, ആ സമുദായം ഇന്ന് പലതുകൊണ്ടും അപമാനിതരാണ്, അപകർഷത അനുഭവിക്കുന്നവരാണ്, പ്രയാസങ്ങളിലാണ്, പ്രതിസന്ധികളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേവലാതിപ്പെടുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നാം പ്രയത്നിച്ചാൽ, നാം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമുക്കില്ല എന്ന് വളരെ കൃത്യമായ ഹോംവർക്കുകളോടുകൂടി ഈ സമുദായം ഒരു ദിവസം ഒരുപോലെ ഒന്നിച്ചിരുന്ന് നമ്മുടെ ഇന്നത്തെ പുത്തൻ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ, തട്ടമൊക്കെ പരിഹരിക്കണമെന്ന് ആദ്യം നമുക്ക് തോന്നിയാൽ തീരുന്നുള്ളൂ. എങ്ങനെയാണ് തട്ടപ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് നാടാകെ ഒരുമിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ തട്ടം തന്നെ പറയട്ടെ, തട്ടത്തോട് ആ വളരെ പ്രാകൃതമായ തട്ടധാരികളായ വെള്ളത്തട്ടധാരികൾ, പണ്ടൊക്കെ യക്ഷിക്കഥകളിൽ വെള്ളമിട്ട പെൺയക്ഷികളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 4 വനിതാ യക്ഷികൾ വെള്ളത്തട്ടമിട്ട് പുറകിൽ നിന്നുകൊണ്ടാണ് തട്ടമിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടിക്ക് വരാൻ പാടില്ലെന്ന് പറയുന്നത്. വാസ്തവത്തിൽ തട്ടത്തിന് ഒരു യക്ഷിത്വ ഭാവവും കൂടി ഉണ്ട് എന്ന് വളരെ കൃത്യമായി കാട്ടിത്തരികയാണ് അവർ ചെയ്തത്. ഞങ്ങളിട്ട ഈ മതത്തിന്റെ തട്ടം, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളിട്ട തട്ടം മതേതരത്വത്തിന് ഭംഗം വരുമെന്നാണ് പറഞ്ഞേ. മതേതരത്വത്തിന് സ്കൂളിൽ ഭംഗം വരുമെങ്കിൽ നടത്തിപ്പുകാരായ ടീച്ചർമാരല്ലേ മതേതരത്വത്തിന് ഭംഗം വരുന്ന വേഷം ആദ്യം മാറ്റേണ്ടത്. അങ്ങനല്ലേ പറഞ്ഞേ? തട്ടം ഇട്ടത് കൊണ്ട് പേടിയാകുന്നു എന്ന്. ഈ കുട്ടികളുടെ തട്ടം കണ്ടിട്ട് ആർക്കും പേടി തോന്നിയിട്ടില്ല. ഈ കുട്ടികളുടെ തട്ടം കണ്ടിട്ടല്ല, വെള്ളത്തട്ടമിട്ട യക്ഷികളെ കണ്ടിട്ടാണ് ഈ സമൂഹം എക്കാലത്ത് പേടിച്ചിട്ടുള്ളത്.
ആ പേടിയെ ഒന്നുകൂടി ഈ 4 കക്ഷികളാണ് പുറകിൽ നിന്നത് പ്രബലപ്പെടുത്തി എന്നാണ് നമുക്ക് പറയാനുള്ളത്. പാരീസിൽ തട്ടമിട്ട് പള്ളിക്കൂടത്തിൽ പോകാൻ വേണ്ടിയിട്ട് അൾജീരിയക്കാരും മറ്റുമായ അവിടുത്തെ കുടിയേറ്റക്കാരായ ധാരാളം മുസ്ലിങ്ങളുണ്ട്. യൂറോപ്പിൽ ഇസ്ലാമാണ് വളരുന്നത്, തട്ടമാണ് വളരുന്നത്, തട്ടത്തിൻ്റെ സംസ്കാരമാണ് വളരുന്നത് എന്നൊന്നും ഇവരാരും അറിയുന്നില്ല. അറിയാതല്ല, നന്നായി അറിയണുണ്ട്. ഇവിടെ ഷക്കീന ചാനലെന്നും വേറെ എന്താ 3-4 ഇവിടുത്തെ ചില കാസകളുടെയൊക്കെ പ്രിയങ്കരമായ ചില ചാനലുകൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച എന്താണെന്നറിയാമോ? എന്തുകൊണ്ട് അമേരിക്കയിലും യൂറോപ്പിലും ക്രിസ്ത്യാനിറ്റിക്ക് അവരുടെ ഇടം നഷ്ടപ്പെട്ട് അവിടെയെല്ലാം ഇസ്ലാം വളർന്നു കയറുന്നു എന്നാ ചർച്ച. സങ്കടം പങ്കുവയ്ക്കുകയാണ്, കണ്ണീർ വാർത്തുകൊണ്ടാണ് ആ ചർച്ചയ്ക്ക് അവർ നേതൃത്വം നൽകുന്നത്. അവിടെയൊക്കെ നമ്മളെപ്പോലെ മഹല്ലുമില്ല, നമ്മളെപ്പോലെ വീലിയാന്മാരുമില്ല, നമ്മളെപ്പോലെ പള്ളി കമ്മിറ്റികളും ഒന്നും ഇല്ലാത്ത അമേരിക്കയിലും യൂറോപ്പിലും വളർന്നും പടർന്നും കയറിക്കൊണ്ടിരിക്കുന്ന കൾച്ചർ ഇസ്ലാമിൻ്റെതാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ട് അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിന് വളം വെച്ച അവരുടെ പരിപാടികൾ അവർ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ തട്ടവിരോധമടക്കമുള്ള മനുഷ്യ മനസാക്ഷിക്ക് ഒരു കാലത്തും മനസ്സിലാകാത്ത, അതുപോലെ തന്നെ എന്തുകൊണ്ട് അവരെ ഇതിനെ എതിർക്കുന്നു എന്നുള്ളതിന് ആർക്കും മനസ്സിലാകുന്ന ഒരു ലോജിക്കും സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാത്ത പ്രാകൃതമായ ആശയങ്ങളെ മതത്തിന്റെ വർഗീയതയുടെയും വംശീയതയുടെയും പേരിൽ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പുതിയ തലമുറ ചിന്തിക്കുന്ന ജനത ഈ പറയുന്ന സ്വന്തം മതത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ വെറും പിരാന്തന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ മതം വിട്ടിട്ട് ഇപ്പൊ അമേരിക്കയും യൂറോപ്പും ഇസ്ലാമിന്റെ പുറകെ പോണത്, നട്ടത്തിന്റെ ആളുകളായി മാറുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ആ സിറ്റിയിലെ മേയറാകാൻ തെരഞ്ഞെടുക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആളാണെന്ന് പറയപ്പെടുന്ന ഏറ്റവും പോപ്പുലറായ ഇന്ത്യക്കാരിയായ ദ ഫയറൊക്കെ നിർമ്മിച്ച മീര നായരുടെ കൂടി പുത്രനായ സൊഹറാൻ മന്ദാനിയെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? ആള് മുസ്ലിമാ, ഒരു ആഫ്രിക്കൻ വംശജനായ മുസ്ലിമിന്റെ മകനാണ്. മുസ്ലിമാണ് ഞാനെന്ന് ഉറക്കെ പറയുക കൂടി ചെയ്യുന്നുണ്ട്. ന്യൂയോർക്ക് സിറ്റിയിൽ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി എങ്ങാനും വന്നിറങ്ങിയാൽ ഞാൻ അപ്പോൾ അവനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യൂയോർക്കുകാരോട് കൂട്ടി ചോദിക്കുന്നത്. അപ്പോഴാണ് അയാൾ പോപ്പുലർ ആകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കളിയൊന്നും അമേരിക്ക നടക്കുന്നില്ല, ഈ മുസ്ലിം വിരോധ പ്രസംഗമൊന്നും ജനങ്ങളുടെ നടക്കുന്നില്ല. അവിടുത്തെ അധികാരികൾക്ക് മാത്രമാണ് ഇസ്ലാമിനെ തകർക്കണമെന്ന് ആഗ്രഹമുള്ളൂ. ജനങ്ങൾ വേറെ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോക സാമ്രാജ്യത്വത്തിന്റെ ഇന്നലത്തെ തലസ്ഥാനമായിരുന്ന, ഇന്നലകളിൽ ഇന്ത്യയെ അടക്കം അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നെഞ്ചത്ത് ലണ്ടനിലടക്കം ഇന്ന് 7 മെട്രോപൊളിറ്റൻ സിറ്റികളിലെ മേയർമാര് മുസ്ലിമീങ്ങളാണ്. തട്ടമിട്ട ആളുകളുടെ എണ്ണം അവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതൊക്കെ അവരുടെ സങ്കടങ്ങളായി യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുമ്പോ ഇവിടെ വന്നിട്ട് കുറെ പിശാചിനികൾ വന്നിട്ട് വെള്ളത്തട്ടമിട്ടിട്ട് മുമ്പിൽ തട്ടമിടാൻ പാടില്ല, തട്ടമിട്ട മതേതരത്വം തകർന്നു പോകുമെന്ന് പറയുമ്പോൾ അതിലൊരു ലോജിക്കുമില്ല എന്ന് കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിൽക്കാൻ ആർക്കും പറ്റുന്നില്ല. മതമില്ലാത്ത നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അതിനെ ശക്തമായി നേരിട്ടു. ആക്ഷൻ എടുത്തോന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ കുറ്റം മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. ആക്ഷൻ എടുക്കേണ്ട ആളാണ്, ആക്ഷൻ എടുത്തിട്ടുണ്ടോ? പക്ഷെ ശക്തമായി അദ്ദേഹത്തെ ആ നിലപാടിനെ ശക്തമായി നിരാകരിച്ചു. അദ്ദേഹം പറഞ്ഞു തട്ടത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അതിനൊരു കുഴപ്പമുണ്ടെന്ന് പറയാൻ കേരളീയ ബോധമണ്ഡലത്തിന് കഴിയാത്ത വിധത്തിൽ ഈ പ്രാകൃതന്മാരുടെ വിചാരധാര ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നേരെ ഒന്നൊന്നായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മുടെ മതത്തെ, നമ്മുടെ ദീനിനെ സംബന്ധിച്ച് പലപ്പോഴും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആരാ? ഈരാറ്റുപെട്ട എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഓർക്കാറുണ്ട് പലപ്പോഴും. നമ്മുടെയൊക്കെ സ്ത്രീത്വത്തിന്റെ, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ പള്ളിക്കൂടങ്ങളിലേക്ക് പറഞ്ഞു വിട്ടപ്പോ ആ പള്ളിക്കൂടങ്ങളിൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ മതവും മതസംബന്ധിയായ അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ സംഗതികളുമൊക്കെ അവര് വിലക്കുന്നതിന് മുമ്പേ വിലക്കാൻ തയ്യാറായവരായി നമ്മൾ മാറിയതിന്റെ കാരണം നമ്മെ നയിക്കുന്ന നമ്മുടെ ഇമാമുമാരും നമ്മുടെ മഹല്ല് ഭരണാധികാരികളുമാണ്. അവരവരുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് ബോധവൽക്കരണം നടത്തി നമ്മുടെ മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ തന്നെ എന്നെ ഉണ്ടാകേണ്ടേ? ഉണ്ടാക്കാനൊക്കെ നമുക്കറിയാം. നമുക്ക് നന്നായിട്ട് കച്ചവടം നടത്താൻ അറിയാം. ഏറ്റവും നല്ല കച്ചവടക്കാരാണ് നമ്മള്. നമുക്ക് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ അറിയാം. നമ്മളല്ല ഇപ്പം മെഡിക്കൽ കോളേജുകൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിൽ, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കപ്പം ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിൽ. എന്തുകൊണ്ടാ? വിദ്യാഭ്യാസത്തോട് ആതുര ശുശ്രൂഷയോട് നമുക്ക് പുതിയതായിട്ട് ഇഷ്ടം കൂടിയതല്ല, അത് കച്ചവടമായി മാറിയപ്പോൾ നമ്മൾ നല്ല കച്ചവടക്കാരാണല്ലോ. ഇപ്പൊ നമ്മുടെ ഇല്ലാത്
മനസ്സിലായില്ലേ? ഇപ്പൊ കച്ചവടവും അതിൽ കിട്ടുന്ന കാശും മാത്രം കണ്ണാക്കിയപ്പോൾ നമുക്ക് മറ്റെല്ലാ സമൂഹത്തെയും മറികടക്കുന്ന വിധത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കുത്തകയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളുടെ കുത്തകയും നമ്മുടെ കൈവശപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, അത് നടത്താൻ നമുക്ക് അറിയാവുന്നവരായി നമ്മൾ മാറിയെങ്കിൽ, ഈ പ്രസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനം നേരത്തെ വെറും കച്ചവടത്തിന് വേണ്ടി മാത്രമല്ലാതെ നടത്താൻ നമുക്ക് കഴിയാതെ പോയത് നമ്മുടെ മഹല്ലുകൾക്ക് ശരിയായ വിധത്തിൽ ഉത്തേജനം ലഭിക്കാത്തതുകൊണ്ടല്ലേ? അവിടെയാണ് മഹല്ലുകളുടെ സ്ഥാനം. പക്ഷെ ആ പ്രചോദനങ്ങളെ തിരിച്ചറിയുന്ന മഹല്ലിന്റെ പ്രതിനിധികൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവരെ ഒന്ന് പിന്തുണയ്ക്കാൻ പോലും തയ്യാറാകാതെ ഭൂരിപക്ഷം നമ്മുടെ മഹല്ലുകളിൽ ഇന്നും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഇവിടെ ബഹുമാനപ്പെട്ട ബാസിത്ത് സാഹിബ് ഒരു ധർമ്മവേദനയോടുകൂടി, ഒരു രോഷത്തോടുകൂടി, ഒരു വിഷമത്തോടുകൂടി അദ്ദേഹം പങ്കുവെച്ചു. ഇത്തരം സദസ്സുകളിൽ നിന്ന് കസേര നിറയാൻ പോലും, ചെറിയ സദസ്സാണെങ്കിൽ പോലും ആളില്ലാതിരിക്കെ മറ്റു പലതിനും വേണ്ടിയിട്ട് ആണും പെണ്ണും ഒക്കെ തിങ്ങി നിറയുന്ന എന്തെങ്കിലും എന്റർടൈൻമെന്റ് പരിപാടികൾ സംഘടിപ്പിച്ചാൽ അവിടെ ഓടിക്കൂടി നിറഞ്ഞിട്ട് ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ, പുരോഗതിയുടെ, ഉന്നതിയുടെ അടയാളമെന്നൊക്കെ നമ്മൾ സ്വയം തെറ്റിദ്ധരിച്ചു പോയിടത്താണ് പ്രശ്നം മുഴുവൻ വന്നത്. നമ്മിൽ നിന്ന് നാണം നിൽക്കുന്നതിന് കാരണം എന്താ? പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് കോളേജ് ഉണ്ടല്ലോ, പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് കോളേജ്, ആ സ്കൂളിൽ 150 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അത്ര മുസ്ലിം പിള്ളേര് അറിയോ നിങ്ങൾക്ക്? മുസ്ലിം പിള്ളേര് 150 എണ്ണം പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു കൊച്ചിനെ തട്ടം വേണമെന്ന് നിർബന്ധമുള്ളൂ. തട്ടമിടണം മക്കളെ. നേരത്തെ പറഞ്ഞതുപോലെ ഉല്ലുൽ മുഅ്മിന് എത്ര വളരെ കൃത്യമായ നിലയിൽ വസ്ത്രം, തലയിൽ ശിരോവസ്ത്രം ധരിക്കൽ നിർബന്ധമാണെന്ന ഖുർആന്റെ വളരെ വ്യക്തമായ ശാസനകൾ, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മറികടക്കാൻ മുസ്ലിമിന് അവകാശമില്ലെന്ന് നമ്മുടെ മക്കളെ മദ്രസകളിൽ പഠിപ്പിച്ച് വിട്ടതിന് ശേഷം ആ പഠനത്തിൽ ഒരു തുടർച്ചയൊക്കെ നൽകി അവരെ ഉത്ബോധിപ്പിക്കാൻ നമുക്ക് വേണ്ടത്ര കഴിഞ്ഞിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തട്ടമില്ലാതെയും വിദ്യാഭ്യാസം ഇങ്ങ് പോന്നാൽ മതി എന്നാ പറഞ്ഞേ. മനസ്സിലായില്ലേ? ഭൗതിക വിദ്യാഭ്യാസം ഇങ്ങ് പോന്നോട്ടെ, തട്ടോട്ടില്ലെങ്കിലും വേണ്ടില്ല എന്ന് തീരുമാനിച്ച് 150 രക്ഷകർത്താക്കളുടെ മക്കൾ പോയി. 150 മക്കൾ 149 എണ്ണവും പഠിച്ചപ്പോ ഒരു കുട്ടിക്ക് തട്ടം വേണമെന്ന് നിർബന്ധം തോന്നിയപ്പോഴാണ് നിനക്ക് മാത്രം എന്താ അത്ര നിർബന്ധം എന്ന് ചോദിക്കാൻ അവർക്ക് ധൈര്യം വന്നത്. ആ 149 കുട്ടികളും ഞങ്ങൾക്കും വേണം തട്ടം എന്ന നിലപാടിൽ ഉറച്ച്, തട്ടം ഞങ്ങൾക്ക് വിലക്കിയാൽ, തട്ടമിട്ടവർ തട്ടം വിലക്കിയാൽ അവിടെ പിന്നെ മതേതരത്വത്തിന്റെ ന്യായം പറയാനൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ പേടിയുടെ കാര്യവും ഭീതിയുടെ കാര്യവും പറയാനില്ല. ഭീതി ഉണ്ടാക്കുന്ന കുട്ടികൾക്കെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു വന്നത് അവിടെയാണ്. പാരീസിന്റെ തലസ്ഥാനത്ത് പ്രശ്നം കോടതിയിലെത്തി. തട്ടമിട്ട കുട്ടികൾക്ക് തട്ടം വിലക്കി സ്കൂൾ അധികൃതർ. ആ സ്കൂൾ അധികൃതർ തട്ടം വിലക്കിയപ്പോ അവര് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ കോടതിയിൽ പോയി. പാരീസിന്റെ കോടതിയിൽ പോയപ്പോ എന്തുകൊണ്ട് നിങ്ങൾ തട്ടം വിലക്കിയെന്ന് ചോദിച്ചപ്പോ അത് കുട്ടികളിൽ ഭീതി വളർത്തുന്നു എന്നല്ല സ്കൂൾ അധികൃതർ പറഞ്ഞത്. പത്രത്തിൽ നമ്മൾ വായിച്ചല്ലേ, എന്താ പറഞ്ഞേ? ഇത്തരം ആകർഷകമായ വേഷങ്ങൾ കുട്ടികൾക്കിടയിൽ വിവേചന ബോധം വളർത്തുമെന്നാണ്. ചിലർക്ക് ആകർഷണമുള്ള വേഷം, വേറെ ചിലർക്ക് ആ വേഷത്തിന്റെ ആകർഷണീയത ഇല്ലാതാകുമ്പോൾ അത് 2 തരം വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നു എന്നാണ് അവർ പറഞ്ഞ ന്യായം. പറഞ്ഞാൽ ഇതാണ് ആകർഷണം എന്നുള്ളതാണ്. ഇത് പേടിയാണെന്നല്ല, ഇത് കുട്ടിയുടെ ആകർഷണീയതയാണ്. ശാലീനതയുടെയും കുലീനതയുടെയും ആകർഷണീയതയുടെയും നിർമ്മലമായ ആകർഷണീയതയുടെ അടയാളമാണെന്ന് പാരീസിന്റെ കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കാൻ പാരീസിലെ പള്ളിക്കൂടം നിർബന്ധിതമായിടത്താണ് ഇവിടെ നിന്നുകൊണ്ട് വിവരദോഷികൾ വിളിച്ചു പറയുന്നത്. ഇതിട്ട് കാണുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ പേടി തോന്നുന്നു. അതിന്റെ കാരണം യഥാർത്ഥത്തില് മാനസിക രോഗമാണ്. ഒരുതരം വല്ലാത്ത പേടിയുടെ എന്തോ ഒരു ഫോബിയയാണിത്. ആ ഫോബിയ പെട്ടെന്നൊന്നും മാറില്ല, ചെറിയ ഗുളിക കൊണ്ടും മാറില്ലാത്തതാണ്. അല്ല വേറെ പ്രശ്നമൊന്നുമല്ലത്, അതിന്റെ ഗുളിക വേറെയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, മഹല്ലുകൾ യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ശരിയായ വിധത്തിൽ അഭിസംബോധന ചെയ്ത് ഓരോ മഹല്ലുകളും സമഗ്രമായി അതിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് തിരിയുക എന്നത് നമ്മുടെ കാലം തേടുന്ന ഏറ്റവും അനിവാര്യമായ ആവശ്യമാണ്. പ്രശ്നങ്ങളുണ്ട് എന്ന് വെറുതെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ? പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നാട്ടിൽ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയും നാട്ടിലെ മുസ്ലിം സമൂഹം സംഘടനകളും ഒരുമിച്ചിരുന്ന് നമ്മുടെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ഒന്നിച്ചിരുന്നെന്ന് ആലോചിക്കുക പോലും ചെയ്യുമോ? അങ്ങനെ ഉള്ള ആലോചനകൾ നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് ഒരു മഹല്ല് ജമാഅത്ത് അതിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ് അവർ ഈ മഹല്ലിന്റെ സമൂഹത്തെ, മഹല്ല് വാസികളായ നാം കടപ്പെട്ടിരിക്കുന്നവർ, മഹല്ല് വാസികളോട് മഹല്ല് ഭരണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നവർ കടപ്പെട്ടിരിക്കുന്നു.
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് നമുക്ക് സുപരിചിതമാണ്. കുല്ലുക്കും റാഅ് കുല്ലുക്കും റാഅ് വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങളിൽ ഓരോരുത്തരും മാനേജർമാരാണ്, കാര്യസ്ഥന്മാരാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. ഓരോരുത്തരും ആരുടെ കാര്യസ്ഥത ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ കാര്യത്തിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും, പിടിച്ചു നിർത്തപ്പെടും. ഒരുത്തനും വിടൂല. ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ? എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അത് പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം മാത്രമൊന്നും നിങ്ങൾ കരുതണ്ട. പിന്നെയോ എന്താണ് പറഞ്ഞത്? ഒരു പിതാവ് തന്റെ അഹ്ലു ബൈത്തിന്റെ റായിയാണ്, വീട്ടിലുള്ളവരുടെ മാനേജറാണ്. ഒരു പെണ്ണൊരു ഭാര്യ അവളുടെ ഭർത്താവിന്റെ വീടിന്റെ മാനേജറാണെന്നുള്ള മനോഹരമായ വർത്തമാനവും റസൂലുള്ള അതിനോട് ചേർന്നാ പറഞ്ഞത്. ഒരു ഉമ്മയ്ക്ക് ഒരു മകളെ ദീനുള്ളവളായി തട്ടമിട്ടവളായി വളർത്തണമോ അല്ലാതെ വളർത്തണമോ എന്ന് തീരുമാനിക്കാൻ ഒരു ഉമ്മയ്ക്ക് കഴിയും, വാപ്പയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒരു മാനേജ്മെന്റ് അവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനം ആ വീട്ടിൽ നടക്കുന്നുണ്ടോ? ഒരു വീട്ടിലെ വാപ്പയും ഉമ്മയും വീട്ടിലെ അംഗങ്ങളുടെ മാനേജർമാരാണെന്ന് പറയുന്നിടത്തേക്ക് ആ യൂണിറ്റിനെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് അള്ളാന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തന്നത്, ഏതെങ്കിലും ഒരു സമൂഹം അവരുടെ കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസിഡന്റാ, ഞാൻ സെക്രട്ടറിയാ, ഞാൻ ട്രഷററാന്നും പറഞ്ഞ് സാമർത്ഥ്യം കാണിച്ചിരുന്ന് ഞെളിയാനല്ല. അതുകൊണ്ടൊന്നും അതിനൊക്കെ പേരിൽ കണക്ക് പറയേണ്ടി വരും. എന്താണ് എൻ്റെ സമൂഹത്തോട് എൻ്റെ സമുദായം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിഞ്ഞ് ആ മഹലിന്റെ മുഴുവൻ ആവശ്യങ്ങളിലും തങ്ങളാൽ ആവുന്ന വിധത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയാണ് നീ ഇടപെടാത്തതെന്ന് നാളെ റബ്ബ് പിടിച്ചു നിർത്തി നമ്മളെ വിചാരണ ചെയ്യുമെന്നുള്ള പേടിയാണ് നമ്മുടെ ജമാഅത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്, ഉസ്താദുമാരെയും. അങ്ങനെയൊക്കെ നമ്മുടെ എല്ലാ ജമാഅത്തുകളും ഒന്ന് മാറിയിരുന്നെങ്കിൽ സ്ഥിതി എന്തായാലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. യഥാർത്ഥത്തിൽ ജമാഅത്തുകൾ ആ വിധത്തിൽ വല്ലതുമാണോ പ്രവർത്തിക്കുന്നത്? ഞാൻ പറയുന്നില്ല ഇവിടെ അങ്ങനല്ലെന്ന്. നമ്മുടെ ഈ രണ്ടുപേട്ടയിൽ കുറെ മറ്റങ്ങളുണ്ട്, പല മഹല്ലുകളും പ്രവർത്തിക്കുന്നുണ്ട്. തെക്കേക്കര ജമാഅത്തിന്റെയും ഭവന പദ്ധതിയിൽ ഞാൻ വരികയും പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അമാൻ നടത്തുന്നു, മറ്റു ജമാഅത്തുകളും അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഇത് ഇരാറ്റുപേട്ടയാണ്, ഇതൊരു വ്യത്യസ്തമായ നാടാണ്, എനിക്കറിയാം. പക്ഷേ ആ നാട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്കിപ്പോൾ പറയാനുള്ളത്, വളരെ ദീർഘിച്ച് ഞാൻ പ്രസംഗിച്ച് മുന്നേറാനല്ല ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ ഈ സമൂഹം അഭിമുഖീകരിക്കുമ്പോൾ അതിൽ തന്നെ അടിസ്ഥാനപരമായി നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം നമ്മെ തുറിച്ചു നോക്കുമ്പോൾ, വേട്ടയാടുമ്പോൾ ആ പ്രശ്നങ്ങളെ കാണണം. പക്ഷേ ഇവിടെ എല്ലാവരും നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് എത്തുമെന്ന് കരുതിയിട്ട് നമ്മൾ കാത്തിരിക്കണ്ട. പലരുടെയും വിചാരം എന്തെന്നറിയോ? എല്ലാവരും കൂടുന്നില്ലല്ലോ, ഞാനും കൂടുന്നില്ലെന്ന. എല്ലാവരും കൂടി ലോകത്തൊരു നന്മയും ചെയ്യൂല. നന്മ ചെയ്യുന്നവർ അവരുടെ വഴിയേ, മറിച്ചത് കണ്ടില്ലെന്ന് നടിക്കുന്നവർ അവരുടെ വഴിയേ. രണ്ട് വഴി ലോകത്തുണ്ട്. നമ്മൾ നന്മ ചെയ്യുന്നവരുടെ വഴിയേ ആണോ, മറിച്ച് നന്മയെ കാണാതെ അതിനെ നിസ്സഹകരിച്ച് വഴിമാറി നടക്കുന്നവരുടെ വഴിയേ ആണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അത് രണ്ടെന്നൂടെ ഉണ്ടാകും. എല്ലാവരും കൂടാത്തോണ്ട് ഞാനും കൂടിയിട്ടില്ല, എല്ലാവർക്കും കൂടിയാലും ഞാൻ കൂടും. നിനക്കെന്താണ് റോള്? നീ വെറും നിനക്കെന്തെങ്കിലും നെയ്യത്തിന്റെ ഗുണമുണ്ടോ? നിന്റെ ഇച്ഛാശക്തി എന്തെങ്കിലും ഒരു കർമ്മത്തിന് നിനക്ക് പ്രേരണ നൽകിയെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കിയിട്ടാണോ? എല്ലാവരും ചെയ്യുന്നത് ഈ കൂടിയവൻ അള്ളാഹുടെ ഭാഗത്തു നിന്ന് ഒരു മേന്മയും കിട്ടാനില്ല. അതൊരു ആൾക്കൂട്ടത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് കൊള്ളയ്ക്ക് കൂട്ടു നിന്നാൽ ഇന്നിപ്പോ നമ്മൾ കാണുമല്ലോ, ഇന്നിപ്പോ നമ്മൾ കാണുന്നത് പോലെ ആൾക്കൂട്ടം മനുഷ്യനെ തല്ലിക്കൊന്ന അതിന്റെ കൂട്ടത്തിൽ ഞാൻ കൂടും. ആൾക്കൂട്ടം വർഗീയത പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ കൂടും. ആൾക്കൂട്ടം മതേതരത്വം പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഞാൻ കൂടും. അങ്ങനെ ആൾക്കൂട്ടം കൂടുന്നതിന്റെ കൂടെ കൂടണം. ആൾക്കൂട്ടം ചെയ്യുന്നിടത്ത് കൂട്ടി പലപ്പോഴും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബാദുസാഹിബ് പറയണ്ട, നിങ്ങൾ എണ്ണം നോക്കണ്ട, നിങ്ങളൊരു റൂട്ടിലാണ്. ഇതൊരു വല്ലാത്ത വഴിയാ. ഇതിൽ എല്ലാ ഭൂരിപക്ഷമൊന്നും കിട്ടൂല. ലോകത്തെല്ലാവരും അങ്ങനെയുള്ള ആർജമുള്ളവരല്ല. അതൊക്കെ അള്ളാഹു തൗഫീഖ് കൊടുത്ത പ്രത്യേക മനസ്സുകളാണ്. അതുകൊണ്ട് രണ്ട് റൂട്ടാണ് ലോകത്തുള്ളത്. അള്ളാഹു രണ്ട് റൂട്ടാ വെച്ചിട്ടുള്ളത്. ലോകം മുഴുവൻ ഒരേ റൂട്ടിൽ വരുമെന്ന് നമ്മൾ കരുതരുത്. എല്ലാവരും ഒരേ വഴിയിൽ വരുമെന്ന് കരുതരുത്. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ദാസന്മാരിൽ അവൻ കൊടുത്ത അനുഗ്രഹത്തോട് നന്ദി ചെയ്യുന്നവരുടെ എണ്ണം കുറവായിരിക്കും, കൂടുതലല്ല. അള്ളാഹു പറഞ്ഞതാ. അപ്പൊ നമ്മൾ ന്യൂനപക്ഷത്തോടെ പോകാനാണ് ശ്രമിക്കുന്നത്. അള്ളാഹു ഖലീൽ എന്ന് പ്രാർത്ഥിച്ച മഹാന്മാരുണ്ട്. അള്ളാഹുവെ എന്നെ ആ ന്യൂനപക്ഷത്തോടൊപ്പം ആക്കണമെന്ന്. ഭൂരിപക്ഷത്തിന്റെ കൂടെ ആകാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുന്ന എന്നെ ആ ന്യൂനപക്ഷത്തോടൊപ്പം, കാരണം നിനക്ക് നന്ദി ചെയ്യുന്ന ആ ന്യൂനപക്ഷത്തോടൊപ്പം ആക്കണേ എന്ന്
അള്ളാഹുവിനോട് ദുആ ചെയ്ത ആ ന്യൂനപക്ഷത്തോടൊപ്പം ആക്കണമേ എന്ന് നീ പറഞ്ഞ വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ പറയുകയാണ്, എന്താ പറഞ്ഞത്? വബ്തഗി ഫീമാ ആതാക അല്ലാഹു അദ്ദാറൽ ആഖിറ. മനുഷ്യ, നിനക്ക് അള്ളാഹ് തന്നത് കൊണ്ട് നീ നിന്റെ പരലോകം വെട്ടിപ്പിടിക്കാൻ നോക്കിക്കോ. ഇത് നീ അങ്ങ് തിന്ന് തിമിർത്ത് മെതിച്ചു കുതിച്ച് അവസാനിപ്പിക്കാനുള്ള ലോകമല്ല. ഒരു കന്നുകാലിയെ പോലെ, കാളക്കൂറ്റനെ പോലെ നിനക്ക് തന്നത് കൊണ്ട് നിന്റെ പരലോകം വെട്ടിപ്പിടിക്കാനുള്ള സുവർണാവസരമാണിത്. വബ്തഗി ഫീമാ ആതാക അല്ലാഹു അദ്ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. ഇവിടെ അപ്പണിയാണ്. എനിക്ക് കിട്ടിയ അവസരം കൊണ്ട്, സൗഭാഗ്യങ്ങൾ കൊണ്ട് എൻ്റെ ആഖിറം വെട്ടിപ്പിടിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിക്കുന്ന ഒരു സംഘം എപ്പോഴും ഉണ്ടാകും. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ആളെണ്ണം കുറവായിരിക്കും, പക്ഷെ അത് നാം ചെയ്യുക. വലാ തൻസ നസീബക മിനദ് ദുനിയ. ലോകത്തെ നിന്റെ വിഹിതം നീ മറക്കുകയും വേണ്ട. അള്ളാഹു പറയുകയാണ്, വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക. അള്ളാഹ് നിനക്ക് ഉപകാരം ചെയ്ത പോലെ നീയും നിന്റെ സമസൃഷ്ടങ്ങൾക്ക് ഉപകാരം ചെയ്യ്. എത്ര ഉപകാരം അള്ളാഹ് നിനക്ക് ചെയ്തോ അത്രയും അതിനനുസരിച്ചുള്ള ഉപകാരം നീ മറ്റുള്ളവർക്കും ചെയ്യണം. നിനക്ക് നിന്റെ ബിസിനസ് സാമ്രാജ്യം 50,000 കോടിയുടേതായി വികസിച്ചാൽ അതിനൊത്ത ഉപകാരം നീ ചെയ്യണം. നീ സാധാരണക്കാരൻ ചെയ്താൽ പോരാ. 10,000 കോടിയുടെ ആസ്തി നിനക്കുണ്ടെങ്കിൽ അതിനൊത്ത ഉപകാരം അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക ചെയ്തേ പറ്റൂ. അതിനാണ് നിന്റെ കയ്യിൽ അല്ലാഹ് തന്നത്. അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക. 5,000 ആണ് നിന്റെ കോടിയാണോ? 1000 കോടിയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യ്. 500 ആണെങ്കിൽ അങ്ങനെ ചെയ്യ്. 100 കോടിയാണെങ്കിൽ അത് ചെയ്യ്. 50 കോടിയാണെങ്കിൽ അത് ചെയ്യ്. 10 കോടിയാണെങ്കിൽ ഇങ്ങനൊക്കെ കോടിക്കണക്കിന്, ദശകോടിക്കണക്കിന്, ശതകോടിക്കണക്കിന് രൂപയുണ്ട്. അള്ളാഹു അനുഗ്രഹം ചെയ്തവർ നമ്മുടെ നാട്ടിലും പുറത്തൊക്കെ ഇല്ലേ? അവരൊക്കെ കമാ അഹ്സന അല്ലാഹു ഇലൈക, അള്ളാഹു അവർക്ക് കൊടുത്തതിനൊത്ത വിധത്തിലാണോ അള്ളാഹുവിന്റെ നിഅമത്തുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊന്ന് ആലോചിക്കണം. ആലോചിക്കുക തന്നെ വേണം. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും. ഞാൻ ഇന്നലെ ഒരു വലിയ ഇതുപോലുള്ള വമ്പൻ ചാരിറ്റി പ്രസ്ഥാനം 3-4 കോടി രൂപ മുടക്കി നെടുമ്പാശ്ശേരിക്കടുത്ത് നിർമ്മിക്കപ്പെട്ട ഒരു വലിയ ചാരിറ്റി പ്രസ്ഥാനത്തിന്റെ തണലിന്റെ കീഴിലുള്ള ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന പരിപാടിയിൽ മിനിസ്റ്റർ കൂടി പങ്കെടുത്തു. അവിടെ നമ്മുടെ മലബാർ ഗോൾഡിന്റെ ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് അവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അള്ളാഹു തന്നിരിക്കുന്നത്, പടച്ചവൻ തന്നിരിക്കുന്നത് നമുക്ക് മാത്രം ഉപയോഗിക്കാനല്ല. മുതലാളിയായെന്ന് കരുതി ഈ കാഴ്ചപ്പാട് ഇല്ലാതായി പോകും നിങ്ങൾ കരുതണ്ട. മുതലാളിമാർക്കൊന്നും ഈ കാഴ്ചപ്പാടില്ലെന്ന് കരുതണ്ട. മുതൽ കൊടുത്താൽ അങ്ങനെ ചിന്തിക്കുന്ന, ഞാനിപ്പോ CSRന്റെ പേരിൽ 2% മാറ്റിവെക്കണമെന്ന് സർക്കാരുകൾ പറയുന്നതിന് 10 കൊല്ലം മുമ്പേ എന്റെ വരുമാനത്തിന്റെ 5% ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ച ആളാ. ഞങ്ങളും അതുപോലെ ഒന്ന് തൊടുപുഴ നടത്തുന്നുണ്ട്. അവിടുത്തെ ഒരു സമ്പന്നനായ സഹോദരൻ 3 ഏക്കർ ഭൂമി തന്നു. 3 കോടിയിലധികം വിലമതിക്കും. അത് ടൗണിൽ 30 സെന്റ് തന്നു. 10 ലക്ഷം വിലയുള്ള നാട്ടിൽ 3 കോടി വിലമതിക്കും. അത് മുതലാളിമാരെല്ലാം കണ്ണിച്ചോരയില്ലാത്തവരൊന്നും ആർക്കും കരുതരുത്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. എത്രയോ നമ്മുടെ സഹോദരന്മാർ, സമ്പന്ന സഹോദരന്മാരുടെ ഉദാര മനസ്ഥിതിയാണ് ഈ ലോകത്തെ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഈ സമ്പത്ത് കൊടുത്തവർക്ക് ഉദാരത ഇല്ലാതാകുമ്പോ അവിടെയാണ് ലോകം ഇന്ന് അനുഭവിക്കുന്ന സർവനാശങ്ങളും ഉടലെടുക്കുന്നത് എന്നുകൂടി പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ടായി ലോകം ചേരിതിരിയും. മാനവരാശി എന്നും വേറിട്ട് തന്നെ നിൽക്കും. ഒരു വഴി അങ്ങനെ, മറുവഴി ഇങ്ങനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടുമുണ്ട്. ഞാൻ കൂട്ടത്തിൽ പോയി. എന്റെ പ്രിയപ്പെട്ട ഡോക്ടർ ഇദ്രീസ് കൂടെ അദ്ദേഹം ക്ഷണിച്ച അടിസ്ഥാനത്തിൽ ഞാനും പോയി. ഞാൻ അദ്ദേഹം പിരിവുകാരൻ കാണാത്ത ആളാണ്. ഞാൻ പിരിവ് നടത്താറില്ലാത്ത ആളാണ്. പക്ഷെ ഇതെന്റെ നാട്ടിലാണ്. എന്റെ നാട്ടുകാര് ഇത്രയും കോടി മുടക്കിയിട്ട് ഉസ്താദ് കൂടി ഇതിനോട്ട് ചേരണമെന്ന് പറയുമ്പോ അവരോട് മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനും അതിന്റെ ഭാഗം ചേർന്ന് അവർ വിളിച്ചെടുത്ത് ഞാൻ ഇന്നലെ പോയി അദ്ദേഹത്തെ കണ്ടപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഡോക്ടർ ഇദ്രീസ് ഇന്നത് വന്ന് കണ്ടു. 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കെട്ടിടം പരിപാടി പൂർത്തിയാകണമെന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ഓഫറും തന്നു പോയി. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സമ്പന്ന സഹോദരങ്ങൾ, അതിസമ്പന്നരെന്നല്ല ഞാൻ പറയുന്നത്. അതിസമ്പന്നനൊന്നും ആകണണ്ട ഉദാരനാകാൻ. അതിസമ്പന്നനായതുകൊണ്ട് ഉദാരനാകണമെന്നുമില്ല. പക്ഷെ സമ്പന്നന്മാർ ഉദാരനാവുകയില്ലെന്നുമില്ല. ഇതൊക്കെ റബ്ബിന്റെ തൗഫീഖാ. അള്ളാഹു ഓരോരുത്തരുടെയും മനോഭാവത്തിനനുസരിച്ച്
അവനെ വ്യത്യസ്തമായ വഴികളിലേക്ക് തിരിച്ചുവിടുകയാണ്. കയ്യിൽ കൊടുത്തത് അവരന് അള്ളാഹുവിന്റെ അടിമകൾക്ക് കൂടി കൈമാറാനുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ഉദാരതയുടെ ആ മഹാബോധം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് ഭാഗ്യം. അല്ലാതെ നമ്മുടെ നാട്ടില് എല്ലാം നടന്നാലും ഒന്നും കാണാതെ ആള് കൂടണമെങ്കിൽ സിനിമാ നടി വരണമെന്ന്, ആള് കൂടണമെങ്കിൽ സെലിബ്രിറ്റി വരണമെന്ന് വിചാരിക്കുന്ന ഭൂരിപക്ഷത്തിനിടയിലും ഇത്തരം കാര്യങ്ങളെ കാണുന്നവരുണ്ട്. ഇവിടെ വീട് പണിയുകയാണ്. മനുഷ്യന് തലചായിക്കാൻ തന്നെ പോലെ ഒരു വീടില്ലാത്ത തന്റെ മഹലിലെ അംഗത്തിന് ഒരു വീട് കൊടുക്കണമെന്ന ഉദാരത ഒരു വശത്ത്, ഒരു വശത്ത് അങ്ങനെ മനുഷ്യർ വേർതിരിയുന്നത് കാണണേ. വേർതിരിയും. നമ്മൾ അത് കണ്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. മനുഷ്യരെ വേർതിരിക്കാനാണ് ദീൻ വന്നത് തന്നെ. ആരാണ് പിശാചിന്റെ അടിമകൾ, ആരാണ് റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, അള്ളാഹ്ക്ക് അതറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഈ 60, 70, 80 കൊല്ലം നമുക്ക് തരുന്നത്. ഓരോ ദിവസവും പ്രഭാതത്തിൽ കിഴക്ക് നമ്മുടെ മുകളിൽ സൂര്യൻ ഉദിക്കുന്നത്, വൈകുന്നേരത്തിൽ പശ്ചിമ ചക്രവാളത്തിൽ ഒരു തീപ്പന്ത് പോലെ അത് എരിഞ്ഞു വരുന്നത് നമ്മൾ എന്താകുന്നു എന്നറിയാനാണ്. ഓരോ ദിവസവും നാം വളരണം. ഓരോ ദിവസവും അള്ളാഹു പടിപടിയായി വളരാനുള്ള സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനും പയ്യെ പയ്യെ വളരുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനാണ് അള്ളാഹ്. പയ്യെ പയ്യെ മനുഷ്യനെ വളർത്തുന്ന റബ്ബ്. സർവ്വലോകത്തെയും പതിയെ പതിയെ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ, ഓരോ സംഗതിയെയും അതിന്റെ വളർച്ചയുടെ പരമകാഷ്ഠയിലേക്ക് പതിയെ പതിയെ വളർത്തിക്കൊണ്ടുവരുന്ന പരിണാമ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അള്ളയാണ് നമ്മുടെ അള്ളാഹ്. പരിണാമവാദം ഇസ്ലാമിലുണ്ട്. പരിണാമവാദമല്ല, പരിണാമത്തിന് ഇസ്ലാമെതിരല്ല. ചില ആളുകൾ പരിണാമം എന്ന് പറയാനേ പാടില്ല ഇസ്ലാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അള്ളാഹു പരിണാമവാദത്തിന്റെ ആളാണ്. പക്ഷേ അള്ളാഹ് നിയന്ത്രിക്കുന്ന പരിണാമം ആരും ഇല്ലാത്ത പരിണാമമല്ല, അന്ധമായ പരിണാമമല്ല, വളരെ കൃത്യമായി പടച്ച തമ്പുരാൻ നിയന്ത്രിക്കുന്ന പരിണാമം. അത് പയ്യെ പയ്യാണ് വളരുന്നത്. 6 ദിവസം കൊണ്ടാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, നമ്മുടെ ദിവസമല്ല. അത് യുഗങ്ങൾ യുഗങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ടു വന്ന പരിണാമമാണ് എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അതുകൊണ്ട് പരിണാമത്തെ ഒന്നും നമ്മൾ എതിർക്കണ്ട. ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല പയ്യെ പയ്യെ വളരാൻ അവസരം തരികയാണ്. ശൈശവത്തിൽ ആരംഭിച്ച ഒരു കുഞ്ഞ് ബാല്യം പിന്നിട്ട് കൗമാരം കടന്ന് യൗവനത്തിന്റെ ഉത്തുംഗതയിലെത്തി ഒരു 10-33 വയസ്സാകുമ്പോ അവന്റെ വളർച്ചയുടെ പരകോടിയിലേക്ക് പയ്യെ പയ്യെ പോകുന്നത്. ഒരു മനുഷ്യൻ അവന്റെ കരുത്തിന്റെ പാരമ്യത്തിലെത്തുന്നത് പയ്യെയാണ്. ശരീരം കൊണ്ട് വളരുന്നത് പയ്യെ ആയ പോലെ മനസ്സുകൊണ്ട് നമ്മൾ വളരുന്നത് പയ്യെ പയ്യെയാണ്. ഓരോ ദിവസവും അള്ളാഹു ഉദ്ദേശിച്ച മാനസിക നിലവാരത്തിലേക്ക് നാം വളരുന്നുണ്ടോ എന്ന് റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുക. വളർന്നുകൊണ്ടിരിക്കണം. മരണം വരെയും മനസ്സ് വളരാനുള്ള അവസരമാണ്. ഒരു 33 വരെ ശരീരം വളരാൻ അവസരമുള്ളൂ, വളർന്നേ അങ്ങോട്ട് എത്തുകയുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ മാനസിക വളർച്ചയുടെ വാതായനങ്ങൾ തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ വളരുന്നവൻ ആരാണ്? ആത്മാവിൽ വളരുന്നവൻ. ശരീരത്തിൽ വളർച്ച അല്ലാഹ് നോക്കുന്നില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുബരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. ഒരു മനുഷ്യന്റെ വളർച്ച അവന്റെ മനോഭാവം വിലയിരുത്തിയാണ്, അല്ലാതെ ശരീരത്തിന്റെ നിലവാരം, ശാരീരിക ശേഷി അത് നോക്കാനല്ല നമ്മുടെ ജീവിതം. അള്ളാഹ് നേരത്തെ അറിയാം നമ്മൾ ഓരോരുത്തരുടെയും ശാരീരിക നിലവാരവും ശേഷിയും. നമ്മുടെ സാമ്പത്തിക ശേഷി അളന്ന് തിട്ടപ്പെടുത്താനല്ല ഇത്രയും കാലം തരുന്നത്, മറിച്ച് നാം നമ്മുടെ വളർന്ന മാനസിക നിലവാരം അളന്നു തൂക്കി പരലോക പദവി നിശ്ചയിക്കാനാണ് നമുക്ക് അള്ളാഹ് അവസരം തന്നേക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പദവി ഓരോ ദിവസവും ഓരോ തരത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരുന്നുണ്ടോ തളരുന്നുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് ഇവിടെ വീട് പണിയുന്ന നമ്മുടെ മഹല്ലുകൾ, വീട് പണിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉത്തരവാദിത്വക്കാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രതിനിധികൾ ഒരു വശത്ത്, മറുഭാഗത്ത് ലോകത്ത് നടക്കുന്ന എന്താ? മനുഷ്യന്റെ മനസ്സ് രണ്ടായി പരിണമിച്ചിട്ട് ഒന്ന് താഴോട്ട് മൃഗങ്ങളെക്കാൾ പിശാചിനേക്കാൾ തളരുന്ന, മറ്റൊരു ഭാഗത്ത് വളരുന്ന കാഴ്ച നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരുന്നിട്ടും എല്ലാവരും ഒന്നുപോലെയാണെന്ന് കരുതിപ്പോയോ? എല്ലാവരും ഒന്നുപോലെ ആകുമെന്ന് കരുതിയോ? തെറ്റിപ്പോയി എങ്കിൽ നമുക്ക് ഇല്ല, എല്ലാവരും ഒരുപോലെ ആവില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഒരു പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ മനസ്സുകൊണ്ട് അല്ലാഹുവിനോട് അടുത്ത്, സ്വർഗത്തോടടുത്ത്, മാനസികമായി വളർന്ന് പദവികൾ നിശ്ചയിക്കപ്പെടുന്ന ഒരു ലോകത്തേക്ക് കുതിക്കുന്ന ഒരു മനുഷ്യൻ വളരാതിരിക്കാൻ, ഇതിനോട് സഹകരിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു ഭാഗത്ത് വീട് പണി, ലോകത്ത് നിന്ന് മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വീട് പൊളി അല്ലേ? ഗസയിൽ എന്താ നടന്നത്? ജീവിതത്തിന്റെ സർവസ്വവും സ്വരുക്കൂട്ടിയിട്ട്
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശരണ കേന്ദ്രമായി കെട്ടിപ്പൊക്കിയ വീട് പൊളിയാണ് അവിടെ നടക്കുന്നത്. ഒരു ഭാഗത്ത് അതുണ്ട്. ഇതാണ് പിശാചുക്കൾ. അത് അള്ളാഹുവിന് അറിയണം ആരാണ് ലോകത്തെ പിശാച്. അപ്പൊ എല്ലാവരും അറിയാം. അവിടെ പൊളിച്ചാല് അറിയാൻ പറ്റുന്നുണ്ട്. കേരളത്തിലെ ആ പിശാച്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ പിശാചുക്കളെ റിപ്പോർട്ട് റിസൾട്ട് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കമന്റ് ഇടുന്നവരെ കാണുന്നില്ല നമ്മള്. അപ്പൊ അവിടെ പൊളിക്കുന്ന വീടിനോടൊപ്പം ആരാ? ഇവിടെയും അല്ലാഹു തആല വീട് പൊളി വെച്ചേക്കണമെന്നറിയോ? വീട് പണിയുന്നവരോടൊപ്പമാണോ നിന്റെ മനസ്സ്? വീട് പൊളിക്കുന്നവരോടൊപ്പമാണോ നിന്റെ മനസ്സ്? ഇത് റബ്ബിന്റെ പരീക്ഷണമാ. അതുകൊണ്ട് വീട് പൊളി അള്ളാഹ് അറിയാതെയല്ല, ബുൾഡോസർ രാജ അള്ളാഹു അറിയാതെയല്ല. വീട് പണിയുന്ന, വീട് പൊളിക്കുന്ന ഗസയിലെ വംശീയവാദികളോടൊപ്പമാണോ? വീട് പൊളിക്കുന്ന ഇന്ത്യയിലെ വംശീയവാദികളോടൊപ്പമാണോ? വീട് പണിയുന്നവരോടൊപ്പമാണോ? ഇവിടെ ഇതൊരു വലിയ ചോദ്യമാണ് ഇക്കാലത്ത്. എല്ലാവർക്കും വലിയ സ്വപ്നമാണ് ഒരു വീട്. വീട് പണിയുന്നവരോടൊപ്പമാണോ നമ്മൾ? വീട് പൊളിക്കുന്നവരോടൊപ്പമാണോ നമ്മൾ? അമാനിലെ മഹല്ലുവാസികൾ, കീരാറ്റപ്പെട്ടക്കാർക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം, വീട് പൊളിക്കുന്നവരോടൊപ്പമാണോ നമ്മൾ? വീട് പണിയുന്നവരോടൊപ്പമാണോ നമ്മൾ? അവസരം നമ്മുടെ നേതാക്കന്മാർ സൃഷ്ടിച്ചേ, ഞങ്ങൾ വീട് പണിയുന്നു, നിങ്ങൾക്ക് വേണം ഒപ്പം ചേരാം. ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ലോകത്ത് അല്ലാഹു തആല ഓരോ മനുഷ്യന്റെയും നിലവാരം അളക്കാൻ, മാനസിക നിലവാരം അളക്കാൻ വേണ്ടി, പദവി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളിലൂടെ നമുക്ക് കടന്നു പോകണം. അത് കടന്നു പോകാതെ ഒരിക്കലും പടച്ച തമ്പുരാൻ നമ്മളെ ജീവിതം അവസാനിപ്പിക്കില്ല. നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെയൊക്കെ കയ്യിലെങ്ങാനും ഞാൻ കൈവശം വെച്ച് നിങ്ങൾക്ക് സമതുല്യമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ നിഅമത്തുകൾ എങ്ങാനും നിങ്ങളുടെ കയ്യിലേക്ക് എങ്ങാനും ഞാൻ തന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നറിയാമോ? അല്ലാഹു പറയാ, കുല്ലൗ അന്തും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി ഇദല്ല അംസക്തും ഖശിയത്തൽ ഇൻഫാഖ് വകാനൽ ഇൻസാനു ഖത്തൂറാ. റസൂൽ പറയാൻ, കുല്ലൗ അന്തും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, എന്റെ റബ്ബിന്റെ റഹ്മത്തിന്റെ ഖജനാവുകളെങ്ങാനും നിങ്ങളുടെ കൈകളിൽ അല്ലാഹ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ, വെള്ളത്തിന്റെ, വെളിച്ചത്തിന്റെ, വായുവിന്റെ ഖജനാവെങ്ങാനും നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റിന്റെ, ഇസ്രയേലിനെ നെതന്യാഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, ഇതെല്ലാം അംസക്തും നിങ്ങളത് പിടിച്ചു വെച്ചേനെ. പിടിച്ചു വെക്കാവുന്നവർക്ക് പിടിച്ചു വെച്ചില്ലേ? വെള്ളം പിടിച്ചു വെച്ചില്ലേ? ഭക്ഷണം പിടിച്ചു വെച്ചില്ലേ? കൊടുക്കാൻ കൊണ്ടുപോകുന്നവരെ കൈകാര്യം ചെയ്തില്ലേ? പിടിച്ചു വെക്കും നിങ്ങൾ. അതുകൊണ്ടാ നിങ്ങളുടെ കയ്യിൽ ഞാൻ അതൊന്നും ഏൽപ്പിക്കാത്തത്. അടിസ്ഥാന വസ്തുക്കൾ, വായു, അത് ഇവർക്ക് പിടിച്ചു വെക്കാൻ പറ്റാതെ പോയത് അള്ളാഹ് ഏൽപ്പിക്കാത്തോണ്ടാ, തീരെ ഏൽപ്പിക്കാത്തോണ്ടാ. അല്ലെ വായുവും പിടിച്ചു വെച്ചേനെ. അതുകൊണ്ട് സമൃദ്ധമായി അള്ളാഹു മാനവരാശിക്ക് വേണ്ടി സമതുല്യമായി വിതരണം ചെയ്യുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഖസാനകൾ, ഖജനാവുകൾ എങ്ങാനും ഈ ലോകത്തൊരു മനുഷ്യനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരുത്തനെ ഏൽപ്പിക്കാൻ കൊള്ളൂല എന്നാണ് പറഞ്ഞത്. ഒരുത്തനെ ഏൽപ്പിക്കാൻ കൊള്ളൂല. എത്ര ഉദാഹരണമാണെങ്കിലും ശരി, അവർ ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ പിടിച്ചു വെച്ചോളെ. അള്ളാഹ് കൈകാര്യം ചെയ്യാണത്. ഒരുത്തനെ ഈ ലോകത്തിന്റെ മുഴുവൻ ലോകത്തിന് ആവശ്യമായ, മാനവരാശിക്ക് ആവശ്യമായ അള്ളാഹു എല്ലാവർക്കും നൽകുന്ന ഈ അനുഗ്രഹങ്ങളുടെ, ഔദാര്യങ്ങളുടെ ഖജനാവുകളെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം അംസക്തും ഖശിയത്തുൽ ഇൻഫാഖ് തീർന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ അത് പിടിച്ചു വെച്ചതിനെന്ന്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സ് എത്രമാത്രം പിശുക്കൽ മനസ്സാണ്. എത്ര കോടി കൊടുത്താലും ശരി, എത്ര കോടി കയ്യിൽ കിട്ടിയാലും ശരി, ഒരു തലമുറയ്ക്കല്ല, 10 തലമുറയ്ക്കല്ല, 100 തലമുറ തിന്നു തീർത്താലും അവസാനിക്കില്ലെന്ന് കണ്ടാലും അത് അപരന് പോകരുത്. കേരളത്തിൽ കണ്ടില്ലേ ഒരു വക്കീല്, ഒരു സുക്കൂർ വക്കീല്, നിങ്ങൾ കണ്ടില്ലായിരുന്നോ? എന്താണ് സംഭവം? കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട്. അയാൾക്ക് 3 പെമ്മക്കളെ ഉള്ളൂ. അള്ളാഹ് പറഞ്ഞു 3 പെമ്മക്കളാണെങ്കിൽ അവർക്ക് ഇത്ര മാറ്റി വെച്ചിട്ട് 1% സഹോദരങ്ങൾ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ സ്വന്തം സഹോദരങ്ങൾക്ക് എങ്ങാനും കൈവിട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് കെട്ടിയോളെ ഒന്നോടെ കെട്ടി പ്രശ്നം പരിഹരിച്ചു എന്ന്. കെട്ടിയോളെ കെട്ടി പ്രശ്നം പരിഹരിക്കാൻ പോയി. അള്ളാഹ് വല്ലവന്റെയും കയ്യിലേക്ക്, ഇവന്റെയൊക്കെ കയ്യിലേക്ക് ഖജനാ വേപ്പിച്ചാൽ ഇവൻ സ്വന്തം ചേട്ടനും അനിയനും കൊടുക്കില്ലാന്ന്. മനസ്സിലായില്ലേ? ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ഈ സ്വഭാവത്തെ അളന്ന് തൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് പടച്ച തമ്പുരാൻ ഈ സമൂഹത്തിൽ വ്യത്യസ്തമായ തലത്തിൽ, സ്വഭാവത്തിൽ ആളുകളെ സൃഷ്ടിച്ചിട്ട് നീ എന്ത് ചെയ്യുന്നടാ എന്ന് നോക്കിയിരിക്കുന്നത്.
ഓരോ അമാൻ പള്ളികൾക്കും അതിന്റെ ഭരണാധികാരികളെ മാറി മാറി അല്ലാഹു തആല തരുന്നത് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അത് എന്നോട് സഹകരിക്കുന്നവർ സഹകരിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ്. ഇത് ഞാൻ വെറുതെ പറയുന്ന പദ്ധതിയല്ല. ദാനധർമ്മവും ഉദാരതയും ചെലവ് ചെയ്യാനുള്ള മനസ്സും മാത്രമാണ് പരലോകത്ത് പദവികൾ നിർണയിക്കുന്നത്. അള്ളാഹു പറയുന്നു, അള്ളാഹു പറയാ കാനൽ ഇൻസാനു ഖത്തൂറ, മനുഷ്യൻ പൊതുവെ മഹാപിശുക്കനാണ്. ചിലപ്പോൾ ഓർത്തു പോകാറില്ലേ, വലിയ മുതലാളിമാര് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 10 പേര് വിചാരിച്ചാൽ 1000 കോടി 50,000 25,000 10,000 കോടി ഉള്ളവർ 1000 കോടി 500 കോടിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുമെന്ന് നടക്കുമോ? സ്വപ്നം കാണാൻ മാത്രമേ ഉള്ളൂ, ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. എത്ര തലമുറ നിന്നാലും തീരാഞ്ഞിട്ടല്ല, ഇതുമായിട്ടല്ലല്ലോ. എത്ര കൊടുത്താലും അത്രയും പിശുക്ക് വർദ്ധിക്കുകയുള്ളൂ. ഈ പ്രവണതയെ ആരാണോ അതിജീവിക്കുന്നത്, ഉള്ളിലെ പിശുക്കിനെ മറികടന്നതാരോ, മറികടന്നേ പറ്റൂ. ഈ പണക്കൊതി അള്ളിപ്പിടുത്തം അവസാനിക്കാതെ നമ്മുടെ സ്വന്തം പ്രശ്നമൊക്കെ ആർക്ക് വേണ്ടിയാണോ കെട്ടിപ്പൊട്ടി വെച്ചത്, അവരിൽ നിന്നാണ് ഏറ്റവും വലിയ കെട്ടി. സ്വന്തം മക്കളിൽ നിന്ന്, ആണാകട്ടെ പെണ്ണാകട്ടെ, ആർക്ക് വേണ്ടിയാണോ അള്ളാഹയെ മറന്ന് പിടിച്ചു വെച്ചത്, അവരിൽ നിന്നുള്ള ദുരിതം കാണാതെ ഒരുത്തനും കണ്ണടയ്ക്കില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കൊടുത്താൽ അള്ളാഹു പകരം തരും. സക്കാത്തിലേക്കൊക്കെ നിർബന്ധമായ സക്കാത്തിന്റെ അളവ് ഇന്നലെ വന്നപ്പോ GST ചർച്ച ചെയ്ത് 18%, 28%, അതുപോലെ തന്നെ ഒക്കെ അങ്ങ് എടുത്തിട്ടേ ഉള്ളൂ, അക്കൗണ്ടിലേക്ക് പോകുള്ളൂ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. 2.5% അള്ളാഹ് ചോദിച്ചാലോ ഒന്നും കൊടുക്കാൻ പറ്റൂല. ഇതല്ലേ നമ്മുടെ ഉള്ളിലിരിപ്പ്. പടച്ചവന് വേണ്ടി ലോകം പിടിച്ചു പറിച്ചാൽ അല്ലാതെ കൊടുക്കുന്നില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചോയ്സോടുകൂടി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ പിടിച്ചു പറിക്കാൻ 10 ഇരട്ടി പിടിച്ചു പറിക്കാൻ ആളെ ഏൽപ്പിക്കും. ടാക്സ് കൂടി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹ് നിന്റെ ചോയ്സിൽ നീ കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹ് പറയാണ് വല്ലൈലി ഇദാ യഗ്ഷ, ഓർത്തോളൂ, ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയും ഒരു മഹല്ല് ജമാഅത്ത് ഏറ്റെടുക്കുകയും അതിന്റെ പരിപാലകർ നേതൃത്വം നൽകുകയും നമ്മുടെ സഹോദരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം, നമുക്ക് അള്ളാഹ് തന്ന ഉദാരതയുടെ പങ്കതിൽ ഉപയോഗിക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോ അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടൊന്നും പടച്ചവന്റെ മുമ്പിലേക്ക് അങ്ങ് പൊയ്ക്കളയാമെന്ന് കരുതാമോ? അള്ളാഹ് പറയാ വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ. ഇരുൾ മുറ്റിയ രാവാണ്, ജ്വലിക്കുന്ന പകലാണ് സത്യം, ആണും പെണ്ണുമാണ് സത്യം. ഇന്ന സഅയക്കും ലശത്ത, മനുഷ്യരെ നിങ്ങളുടെ അധ്വാനങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുമെന്ന് കരുതണ്ട. ഏതുപോലെ രാവ് പകല് എത്ര വ്യത്യസ്തമോ, സ്ത്രീ പുരുഷൻ എത്ര വ്യത്യസ്തമോ. ഇപ്പൊ സ്ത്രീ പുരുഷനും വ്യത്യസ്തം അല്ല എന്ന് പറഞ്ഞേ, അതിനോട് ഒന്നും പറയാൻ പോകരുത്. കാരണം അതങ്ങനെ ആയി പോയതാ, ആ മനസ്സിന് മാറൂല. ആണും പെണ്ണും ഒന്നല്ല, അത് വ്യത്യസ്തമായ പോലെ. ആണാണ് പെണ്ണാണ് ഗർഭം ധരിക്കുന്നത്, പെണ്ണാണ് പെറ്റുനോവ് അനുഭവിക്കുന്നത്, പെണ്ണാണ് പ്രസവിക്കുന്നത്, പെണ്ണാണ് മുലയൂട്ടുന്നത്, പെണ്ണാണ് മക്കളുടെ കാവൽക്കാരിയാകുന്നത്. ആണിനോട് ഓരോ റോഡും ഇല്ല. ഇതെങ്ങനെ ആണും പെണ്ണും ഒന്നാകുന്നത്? എന്നിട്ടും പറയാ ജെൻഡർ ഈക്വൽ എന്ന്. എന്ത് ഭ്രാന്താണ് മനുഷ്യന്റെ മാനസികാവസ്ഥ തകരാറിലായപ്പോ എന്തൊക്കെ പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെ പറയും. അള്ളാഹ് പറയാണ് രാവെന്ന പോലെ പകലെന്ന പോലെയാണ് ആണും പെണ്ണും വ്യത്യസ്തമാകുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യരെ ഇന്ന സഅയക്കും ലശത്ത, തൊട്ടു പുറകെ നിങ്ങളുടെ ധർമ്മങ്ങളും നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ ആക്ടിവിറ്റീസും വ്യത്യസ്തമാ. എങ്ങനെ? രാവ് പോലെ പകല് പോലെ വ്യത്യസ്തമാ, ആണ് പോലെ പകല് പോലെ പെണ്ണ് പോലെ വ്യത്യസ്തമാ. രണ്ടും തുല്യമൊന്നും ആകില്ല. അമാനിലെ എല്ലാ മഹല്ലങ്ങളും ഒരുപോലെ ആകുന്നു വരെ ആവില്ല. ആകാനുള്ള നോക്കി കൊടുക്കട്ടെ, ഭാഗ്യമാണ്. ഇരാറ്റുപേട്ടയിലെ എല്ലാ ആളുകളും നല്ല ആക്ടിവിറ്റീസിന്റെ ഒപ്പം നിൽക്കും. കരുതണ്ട. ഇന്ന സഅയക്കും ലശത്ത, അള്ളാഹു പറയുകയാണ് വ്യത്യസ്തമാണ് നിങ്ങളുടെ ധർമ്മങ്ങൾ, ആക്ടിവിറ്റീസ് വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും മനോഭാവം പോലെയാ. എന്നിട്ടൊരു വിശദീകരണം അള്ളാഹു തരുന്നുണ്ട്, അമ്പരപ്പിക്കുന്ന വിശദീകരണം. അപ്പോൾ ആരാണോ അള്ളാഹ് നൽകിയത് കൊടുത്തത് കൊടുക്കുക. ഒന്നാം യോഗ്യത, 3 ബേസിക് വാല്യൂസ്, 3 അടിസ്ഥാന ഗുണങ്ങൾ
ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവൻ നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പുറകെ പോകും, സൽപ്രവർത്തനങ്ങൾ അവൻ എളുപ്പമാകും. എന്തുകൊണ്ടാണ്? കുറെ ആളുകൾ വീട് പൊളിക്കാൻ ഇറങ്ങുമ്പോൾ, ചില ആളുകൾ വീടില്ലാത്തവരെ കാണാതെ പോകുമ്പോൾ, വേറെ ചില ആളുകൾ ആർക്കാണ് വീടില്ലാത്തതെന്ന് അന്വേഷിച്ചു പോകുന്നത്. അവർക്കെന്താണ് ആ വഴി എളുപ്പമായത്? എന്നാൽ വേറെ ചിലർക്ക് ഈ വഴി എന്തുകൊണ്ട് എളുപ്പമായി, സുഖമായി തോന്നി? അള്ളാഹ് അതിന്റെ വിശദീകരണം തരുന്നുണ്ട്, ക്ലാരിഫിക്കേഷൻ തരും. അമ്മാമൻ ആർക്ക് കൊടുക്കാൻ തോന്നിയോ, കൊടുക്കാൻ മനസ്സുണ്ടായോ, ഒരു മനുഷ്യന്റെ വളർച്ചയുടെ, നന്മയുടെ, പദവികളുടെ ഏറ്റവും ഉയർന്ന പദവി, അതിനുവേണ്ടിയാണ് ഈ ജീവിതം. സിദ്ദീഖിയ്യത്തിന്റെ പദവി, 4 പദവി. അമിനൻ നബിയീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. 4 പദവിയാ മനുഷ്യന്, അല്ലേ? ഇതിന് സിറാത്തുൽ മുസ്തഖീം, പ്രചോദന സിറാത്തുൽ മുസ്തഖീമിൽ വിടണേ. ആ സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. മിനൻ നബിയീൻ, നബിമാരുടെ പദവി സഹീ കൊണ്ട് കിട്ടുന്ന അല്ല. ഇന്ന സഹിയക്കും ലക്ഷണം, നിങ്ങൾ പണിപ്പെട്ടെത്തുന്ന പദവിയെ കുറിച്ചാണ് ഈ സൂറത്ത് പറയുന്നത്. പണിയെടുത്താൽ നബിയുടെ പദവി കിട്ടുകയല്ല. അത് പണ്ടേ വഹിയാണ്, ഗിഫ്റ്റഡാ. ആ പദവി പണ്ടേ വഹിയാണ്, ഗിഫ്റ്റഡാ. ഇപ്പൊ ആ പദവി ഇല്ലതാനും നിലച്ചു പോയി റസൂലുള്ളാഹിക്ക് ശേഷം. അപ്പൊ അത് കിട്ടുമെന്ന് ആരും പോയിക്കണ്ട. പിന്നെ എത്തിപ്പിടിക്കാവുന്ന 3 പദവികളിൽ ഒന്ന് സാലിഹിന്റെ പദവി, പിന്നെ ഷഹീദിന്റെ പദവി, മൂന്നാമത്തത് സിദ്ദീഖിന്റെ പദവി. ഈ സൂറത്തുൽ ലൈലിനെ ഇമാം റാസി പരിചയപ്പെടുത്തിയത് ഇമാം ഖഫാലിന്റെ വാക്കുദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞത്, ഈ സൂറത്ത് അബൂബക്കർ സൂറത്താണ്, സിദ്ദീഖുൽ അക്ബറിന്റെ സൂറത്താണ്. എന്താണ് സൂറത്തുൽ ളുഹ? സൂറത്ത് മുഹമ്മദാണ്. അധ്വാനമില്ലാതെ മുഹമ്മദ് നബിയെ എങ്ങനെയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്, നബിയാക്കിയത് എന്ന് പറയുന്ന സൂറയാണത്. അധ്വാനിച്ച അബൂബക്കർ സിദ്ദീഖ് എങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബറായത് എന്ന് പറയുന്ന സൂറയാണ് ഈ സൂറത്ത്. വിശുദ്ധ സൂറത്തുകൾക്ക് വളരെ ദാർശനികമായ ആശയങ്ങളുടെ ഉള്ളറകളുണ്ട്. മഹാന്മാര് നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് പദവികൾ വെട്ടിപ്പിടിച്ച് മിനിമം സാലിഹിൽ തുടങ്ങി, 2ാമത്തെ പദവിയായ ഷഹാദത്തിന്റെ പദവിയും കടന്ന് 3ാമത്തെ സിദ്ദീഖിയ്യത്തിന്റെ പദവിയിലെങ്കിലും എത്തി. നുബുവത്ത് കിട്ടാൻ പോണില്ല, അതിലേക്ക് സഞ്ചരിക്കുകയാണ്. ഏതുപോലെ ശരീരം ശൈശവം പിന്നിട്ട്, കൗമാരം പിന്നിട്ട്, ബാല്യം പിന്നിട്ട്, കൗമാരം കടന്ന് യുവത്വത്തിലേക്ക് കുതിച്ചെത്തിയ പോലെ നമ്മുടെ ആത്മാവ് ഇങ്ങനെ പദവികൾ താണ്ടി പടച്ച റബ്ബിന്റെ സവിധത്തിൽ എങ്ങനെയാണ് എത്താൻ പോകുന്നതെന്ന് നിർണയിക്കുന്ന ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പദവികൾ നിർണയിക്കുന്നതിന്റെ അടിസ്ഥാന മാനദണ്ഡം അമ്മാമൻ അഅത. 3 ഗുണം: അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസയസ്റുഹു ലിൽ യുസ്ര. കൊടുത്തവനാരോ, അമ്മാമൻ അഅത, കൊടുത്തവനാരോ. എന്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല, കയ്യിലുള്ളതാ കൊടുക്കണ്ടേ. പണമാണ് പണം, അറിവാണ് അറിവ്, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, ആവശ്യം വരുന്നിടത്ത് കൊടുക്കണം. കൊടുക്കുന്നത് പദവി നിർണയിക്കും എന്നുള്ള പറയുക. അഅതയിൽ തുടങ്ങണം. എന്നിട്ട് ധർമ്മ വിവേചന ബോധം, ശരി തെറ്റ് ബോധം ഉള്ളിലുണ്ടാകണം. ഒരു മോറൽ കോൺഷ്യൻസ്, ധർമ്മബോധം വേണം. ശരിയും തെറ്റും ഒന്നുമില്ല എന്ന പുതിയ കാലം പറയണത് അതുപോരാ. ശരി തെറ്റ് ബോധം, ശരിയെന്നും തെറ്റെന്നും തിരിച്ചറിയുന്ന ഒരു മനസ്സും കൂടെ ഉണ്ടായാൽ. 3ാമത്തേത് വസദ്ദഖ ബിൽ ഹുസ്ന, സത്യം വന്നാൽ, സത്യവർത്തമാനം മുമ്പിൽ വന്നാൽ അത് അംഗീകരിക്കുന്ന മനസ്സ്. ഈ 3 ബേസിക് വാല്യൂസ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ സിദ്ദീഖാകും. വസയസ്റുഹു ലിൽ യുസ്ര, പിന്നെ അവൻ യുസ്രായുടെ വഴികളിലൂടെ പറക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. അവൻ പിന്നെ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. എന്തൊക്കെ ആക്ടിവിറ്റീസാ? പള്ളി കമ്മിറ്റി കൂടിയിരുന്ന് ആലോചിക്കാൻ തുടങ്ങും, ഉസ്താദിനെ കൂട്ടിയിരുത്തി ആലോചിക്കാൻ തുടങ്ങും, നാടാകെ കൂടിയിരുന്നിട്ട് നമുക്ക് എന്താ നല്ലത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. എന്നാൽ തിരിച്ചാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്. തൊട്ട് പറയാം അമ്മാമൻ അഅത, അമ്മാമൻ ബഖീല. കൊടുത്തതാരോ, പിശുക്കിയതാരോ അടുത്തത്. 2ാമത് വത്തഖ വസ്തഗ്ന, നെവർ മൈൻഡ്, ഒന്നും നോക്കണ്ട, ഇഷ്ടം പോലെ ജീവിക്കാം, ഒരു തഖ്വയുമില്ല, ശരിയുമില്ല, തെറ്റുമില്ല എന്നാരും വിചാരിച്ചോ? സദ്ദഖ ബിൽ ഹുസ്നക്ക് കദ്ദബ ബിൽ ഹുസ്ന. സത്യം ആര് പറഞ്ഞാലും കേൾക്കൂല, എന്റെ പാർട്ടി പറഞ്ഞാലേ കേൾക്കുള്ളൂ. അതൊണാണ് കുഴപ്പമില്ല. സത്യം ആര് പറഞ്ഞാലും കേൾക്കൂല, എന്റെ സംഘടന പറഞ്ഞാലേ കേൾക്കുള്ളൂ. അതെന്നും സത്യമായിരിക്കും. സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ മുമ്പിൽ സ്വന്തം മനസാക്ഷി അടിമപ്പെടുത്തി വെറും സങ്കുചിതമായി പോകാത്ത ഈ 3 ഗുണങ്ങൾ ആർക്കുണ്ടോ, ആ 3 ഗുണങ്ങളുള്ളവർക്ക് അല്ലാഹു നല്ലതിന്റെ വഴികൾ ഇങ്ങനെ തുറന്നിട്ട് കൊടുക്കും. അവർ മരണം വരെ നല്ലത് തേടി അലഞ്ഞുകൊണ്ടിരിക്കും. അവരിങ്ങനെ അവർ അവസാനം സിദ്ദീഖിന്റെ പദവിയിലെത്തി അല്ലാഹുവിലേക്ക് മടങ്ങും. എന്നാൽ കൊടുക്കാൻ മടിച്ചിട്ട് അഅതായുടെ സ്ഥാനത്ത് ബഖില, പിശുക്ക് കാണിച്ചു.
കൊടുത്താൽ തീരുമെന്ന് കരുതി. തഖ്വയൊന്നും വേണ്ട, അങ്ങനെ ഒരു ശരി തെറ്റുമില്ല. മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരമാണ്, എന്റെ ഇഷ്ടമാണ്. ഓ, എന്ത് ശരീരമാണ് അവന്റെ! ഇങ്ങനെ ഒരു ശരീരം ഡിസൈൻ ചെയ്യാൻ, ഈ സൂപ്പർ ഡിസൈൻ ചെയ്യാൻ ഇവൻ എവിടെയാ കഴിവ്? ഇന്നോളം ഇത്രയും കാലമായിട്ട് നമ്മുടെ കാറൊക്കെ പഴയതായില്ലേ, നമ്മുടെ മൊബൈലൊക്കെ പഴയതായില്ലേ, ഓരോ ദിവസവും പുത്തൻ ഡിസൈനാ. പഴയത് കൊണ്ടൊന്നും ആർക്കും വേണ്ട. നമ്മൾ നിർമ്മിക്കുന്നതെല്ലാം ഓരോ നിമിഷവും പഴഞ്ചനാകുമ്പോ ഈ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ ഡിസൈനർക്ക് പോലും മനുഷ്യന്റെ ബോഡി ഇങ്ങനെയല്ല, അവന്റെ മൂക്കിന് ഒരല്പം കൂടെ മികച്ച ഷേപ്പ് ഉണ്ടാക്കാമെന്ന് ഒരുത്തര് ഭാവന ചെയ്യാൻ പറ്റുമോ? ഇതിലും മികച്ച ചുളിഞ്ഞിരിക്കുന്ന ഈ ചെവി ഇങ്ങനെ പോരാ, കുറച്ചുകൂടെ മികച്ച ഡിസൈൻ ആർക്കെങ്കിലും ഭാവന ചെയ്യാൻ പറ്റുമോ? കണ്ണ് ഫ്രണ്ടിലേ ഉള്ളൂ, ബാക്ക് എടുക്കാൻ പറ്റുന്നില്ല, റിവേഴ്സ്. ഒരു കണ്ണ് ബാക്കിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാകും, ആർക്കെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, സൂപ്പർ ഡിസൈനാണ്, ആർക്കും മാറ്റാൻ കഴിയില്ല, സങ്കല്പിച്ചിട്ട് പോലുമില്ല ഇതൊന്ന് ചെയ്യാക്കാന്ന്. അത്രയും വലിയ പടച്ച തമ്പുരാൻ ഈ ലോകത്ത് നമ്മളെ വിഭാവനം ചെയ്തൊരുക്കി വെച്ചിരിക്കുന്ന ഈ റബ്ബിന്റെ പദ്ധതികളോട് നമ്മൾ സമരസപ്പെട്ടു പോകാതെ മൈ ബോഡി, എന്റേതാണ് ബോഡി എന്ന് പറയാണ് ഭ്രാന്തൻസ്. മൈ ചോയ്സ്, ഇഷ്ടം എന്റേതാണെന്ന് പറയുകയാണ്. ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു അരാജക സമൂഹത്തിന്റെ ഒപ്പമാണോ നീ പോകുന്നത്? അതിന്റെ കാരണം നിനക്ക് ആദ്യം എഴുത്തായില്ല, കൊടുക്കാനുള്ള മനസ്സ് എന്നെ മുരടിച്ചു പോയി. അതൊന്നും നിക്ഷേപിച്ചിരിക്കുന്ന 5% അദ്ദേഹം പറഞ്ഞു. ആരാ പറഞ്ഞേ? മലബാർ ഗോൾഡിന്റെ 5% ഞാൻ മാറ്റി വെച്ചേക്ക. ഇന്ന് അദ്ദേഹം തൊടുപുഴ വന്നപ്പോ പറഞ്ഞു, ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 5% ഇടുക്കി ജില്ലയ്ക്കാണ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അപ്പുറത്ത് അജിഫാനിന്റെ, അദ്ദേഹം ഒരു സമ്പന്നനാണ് ബിസിനസ്സിൽ, മുതലാളി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഫ്ലോർ ചെയ്തു തരാമോ? മുതലാളിമാർക്ക് മനസ്സുണ്ട്, ധാരാളം ആളുകൾ നമുക്ക് കഴിയില്ലേ. അപ്പൊ ഒരു പങ്ക് അങ്ങനെ അവർ മാറ്റി വെക്കുക. എന്തേ അവരങ്ങനെയാകുന്നു? ഇവരെന്തേ ഈ വീടുകളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പാലിയേറ്റീവ് ഇതുപോലുള്ള സംരംഭം, ആളുകളെ വികലാംഗരെ പരിരക്ഷിക്കാൻ പരിപാടികൾ നടത്തുമ്പോ മനുഷ്യരെ വികലാംഗരാക്കുകയാണ് ഇസ്രയേലികൾ. ആസാമിൽ ഇവിടത്തെ വംശീയവാദികളായ RSSകാർ വികലാംഗരെ സൃഷ്ടിക്കുകയാണ്. വിധവകളെ എങ്ങനെ ചേർത്ത് പിടിക്കാമെന്ന് ആലോചിക്കുമ്പോ ഭർത്താക്കന്മാരെ കൊന്ന് വിധവകളെ സൃഷ്ടിക്കുകയാണ്. വൃദ്ധന്മാരെ എങ്ങനെ അവർ അനുഭവിക്കുന്ന അവരുടെ അവസ്ഥകളിൽ നിന്ന് മോചനം നൽകാമെന്ന് ആലോചിക്കുമ്പോ വൃദ്ധന്മാരെ അവരിട്ട് വിഷമിപ്പിക്കുകയാണ്. അവരുടെ കൂരകൾ പൊളിച്ചടുക്കി ആസാമിലും മറ്റും തെരുവിലേക്ക് തള്ളുകയാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യരെ അല്ലാഹു ഈ തരത്തിൽ രണ്ടായി തിരിക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ ഇവർക്ക് അങ്ങനെ ചെയ്യാനും ഇവർക്ക് അങ്ങനെ ചെയ്യാനും. ഒരു വിഭാഗത്തിന് അല്ലാഹു തആല നന്മയുടെ സ്വർഗത്തിലേക്ക്, യുസ്റായ്ക്ക് അർത്ഥം കൊടുത്തിരിക്കുന്നത് സ്വർഗമെന്ന, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി വളരെ എളുപ്പമായി തോന്നും. വേറെ ചിലർക്ക് നേരെ വിപരീത സ്വഭാവമുള്ളവർക്ക് നരകത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമായിട്ട് തോന്നും. കൊല്ലുന്നത് വളരെ എളുപ്പമാണ്, വീട് പൊളിക്കാം വളരെ എളുപ്പമാണ്, പിടിച്ചു പറിക്കാം വളരെ എളുപ്പം. നമുക്ക് തോന്നുമോ? നമുക്കൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരാളെ കൊല്ലാന്ന്, ഒരാളുടെ വീട് പൊളിക്കാന്ന് തോന്നുകയില്ല. മറ്റവർക്ക് എന്താ തോന്നുന്നു? ഒരു വിഭാഗത്തിന് അല്ലാഹു തആല നരക വഴി അനായാസമാക്കി തോന്നിക്കുകയാണ്, എളുപ്പമാക്കുകയാണ്. വേറൊരു വിഭാഗത്തിന് അല്ലാഹു തആല സ്വർഗ്ഗ വഴി എളുപ്പമാക്കി കൊടുക്കുകയാണ്. കാരണം അവരുടെ മനോഭാവമാണ്. കാരണം മനോഭാവത്തിൽ ഒന്നാമത്തേത് അമ്മാമൻ അഅ്താ, കൊടുക്കാനുള്ള ഉദാരത ആർക്കുണ്ടായോ? ഒന്നാമത്തെ മാനവിക മൂല്യത്തിന്റെ തുടക്കം കൊടുക്കാനുള്ള മനസ്സിലാ, പിടിച്ചെടുക്കാനുള്ള മനസ്സിലല്ല. വഖഫ് പിടിച്ചെടുക്കാൻ, ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കാൻ, NRCയിലൂടെ വിശ്വാസം തട്ടിപ്പറിച്ചെടുക്കാൻ, പിടിച്ചെടുക്കാനുള്ള മനസ്സാണ് ഈ പ്രാകൃതന്മാരെ ഭരിക്കുന്നത്. അവർക്ക് തിന്മയെ ചെയ്യാൻ പറ്റൂ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെ ഇവർക്ക് ഇത് മാത്രം ചെയ്യാൻ പറ്റൂ? അതേ അവർക്ക് പറ്റൂ, അതേ അവർക്ക് പറ്റൂ. കാരണം അവർക്ക് കൊടുക്കാൻ അറിയില്ല, അവർക്ക് എടുക്കാനേ അറിയൂ. അവർക്ക് കൊടുക്കാൻ അറിയില്ല, കൊടുക്കാനുള്ള മനസ്സ് മരവിച്ചു പോയി. അവർക്ക് അല്ലാഹു തആല വളരെ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പമാക്കും. കല്യാണം നടത്തുമ്പോൾ ലക്ഷങ്ങളും കോടികളും കോടികൾ എറിഞ്ഞ് പകടകളിക്കും. പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് 1 ലക്ഷം രൂപ കൊടുക്കുമോ? കൊടുക്കൂല. എന്താ അവർക്ക് കഴിയാത്ത? കുറഞ്ഞു പോകുമോ? എത്ര ലക്ഷങ്ങൾ ചെലവാക്കി, പക്ഷെ കൊടുക്കൂല. എന്തുകൊണ്ട്? വേണ്ടാധീനത്തിന് വേണ്ടി അല്ലാഹു അവന്റെ മനസ്സ് എളുപ്പമാക്കിയിരിക്കുക. മറ്റതോ ആരും അറിയാതെ, എനിക്കറിയാം ഒരു പെൺകുട്ടിയുടെ കല്യാണം ഞാൻ ഏറ്റെടുത്തോട്ടെ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചതാ, മനസ്സിലായില്ലേ? എന്നിട്ട് അവസാനം അയാൾ വന്നിട്ട് 5 ലക്ഷം രൂപ ഏൽപ്പിച്ചിട്ട് ആരും അറിയാതെ പോവുക. എന്നിട്ട് പറയാണ്, ആ കൊച്ചു അറിയരുത് കേട്ടോ എന്ന്. ഇന്ന് വരെ ആ കൊച്ചു അറിഞ്ഞിട്ടില്ല, മനസ്സിലായി? അറിയാതിരിക്കാതിരിച്ചത്. ഇതെന്താണ് ഇങ്ങനെ?
നന്മയ്ക്ക്, സ്വർഗത്തിന് അള്ളാഹ് അവരുടെ മനസ്സിന് അങ്ങനെ എളുപ്പമാക്കി കൊടുക്കുക. കയ്യിൽ നിന്ന് കാശിറങ്ങുമ്പോഴും അതൊരു എളുപ്പവും സുഖവുമായി അനുഭവപ്പെടുക. ഈ മനസ്സാണ് പ്രശ്നം, മനസ്സാണ് പ്രശ്നം. ഈ മനസ്സിന്റെ പദവികളാണ് പ്രശ്നം. ധർമ്മമാണ് പദവികൾ നിർണയിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. കൊടുക്കൽ വെറും കൊടുക്കലല്ല, മുഴുവൻ കൊടുക്കുന്ന കൊടുക്കലുണ്ട്, അതിനൊരു പദവിയുണ്ട്. പകുതി കൊടുക്കുന്ന കൊടുക്കലുണ്ട്, അതിനൊരു പദവിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്ന കൊടുക്കലുണ്ട്, അതിനൊരു പദവിയുണ്ട്. ആവശ്യം കഴിച്ച് മിച്ചമുള്ളപ്പോൾ കൊടുക്കുന്ന കൊടുക്കലുണ്ട്, അതിന്റെ പദവി ഒന്ന് വേറെ. അള്ളാഹ് നിർണയിക്കാൻ നിശ്ചയിച്ചു വെച്ചേക്ക്, അതിന്റെ പദവി എവിടെ അറിയുമോ? അതുപോലെ തന്നെ മിച്ചമുള്ളത് കൊടുക്കുന്ന കൊടുക്കലുണ്ട്. ഓരോരുത്തർക്കും ഓരോ പദവിയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ സൂറത്താണ് ഇത്. അഅ്തായിൽ തുടങ്ങുന്ന നസലത്ത് ഹാദിഹി സൂറത്തു ഫീ അബൂബക്കറിൻ വയുൻഫാഖിഹി അലൽ മുസ്ലിമീൻ. ഈ സൂറത്ത് അബൂബക്കറിന്റെ കാര്യത്തിലും മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിന് അദ്ദേഹം ചെലവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സൂറത്താണ് ഈ സൂറത്ത്. ബിലാലിനെ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ വേട്ടയാടുന്നത് കണ്ടപ്പോ, അത് കൊടുക്കാൻ വിസമ്മതിച്ചപ്പോ, കൊള്ള വില കൊടുത്തിട്ട് ബിലാലിനെ വാങ്ങിയിട്ട് ആർക്കും വേണ്ടിയല്ലാതെ തനിക്ക് പോലും ഉപയോഗപ്പെടുത്താതെ മോചിപ്പിച്ച അബൂബക്കർ ഇന്നാരാണ് നോമ്പ് വെച്ചത്? ഞാനുണ്ട് നബിയെ. യുസ്രായുടെ വഴികൾ അബൂബക്കറിന്റെ മുമ്പിൽ മറ്റാരേക്കാൾ, ഉമറിനേക്കാൾ അധികം തുറന്നു കിടക്കുകയാ. കാരണം അഅ്തായുടെ രാജാവായിരുന്നു. കൊടുക്കുക കൊടുക്കുക. ഹിജറയ്ക്ക് പോയപ്പോ എന്താണ് കയ്യിലുള്ളത്? മുഴുവൻ എടുത്തോണ്ടാ പോയത് റസൂലിന്റെ കൂടെ, അല്ലേ? മുഴുവൻ കൊടുക്കുന്ന കൊടുക്കലിന്റെ പദവി വേറെ, പകുതി കൊടുക്കുന്ന കൊടുക്കലിന്റെ പദവി വേറെയാണ്. ഇതിനൊക്കെ ഒരു പദവിയുണ്ട്. ഇതിനൊക്കെ ഖുർആനിൽ ആയാത്തുകളുണ്ട്. അള്ളാഹു ഓരോ പദവികളെയും ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കുകയാണ്. സക്കാത്ത് പോലും കൊടുക്കാത്ത ഒരു സമൂഹത്തോട് ഖുർആൻ എങ്ങനെ നമ്മൾ ഓതുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടും ഉമറിനോടും സഹാബാക്കളോടും എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് ഒരു യുദ്ധാവശ്യത്തിന് വേണ്ടിയിട്ട് ദാനധർമ്മം ആവശ്യപ്പെട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്തോ കൊണ്ടുവന്നു, എന്തോ പൊട്ടും പൊടിയുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിരിപ്പുണ്ട്. അപ്പുറത്ത് ഉമർ അന്ന് തീരുമാനിച്ചു, ഇത്തവണ എന്തിനും മുമ്പിൽ നിൽക്കുന്ന അബൂബക്കറിനെ ഇന്ന് ഞാൻ തോൽപ്പിക്കുമെന്ന പ്രതിജ്ഞയുമായി ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സ്വത്തിനെ രണ്ടായി ഓഹരി വെച്ചിട്ട് നേർപകുതിയുമായി അത്യാവശ്യം നല്ലൊരു കൂമ്പാരമുണ്ട് ഉമറിന്റെ മുമ്പിൽ. ഇത് രണ്ടുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു. പക്ഷേ ദാനധർമ്മം പദവി നിർണയിക്കും. ആ ബോധമാണ് ഒരു മനുഷ്യന്റെ പരലോക പദവി നിർണയിക്കാൻ അള്ളാഹു ആധാരമാക്കുന്നതെന്ന് അറിയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെയും മുമ്പിൽ ഇരുത്തിയിട്ട് ചോദിച്ചത്, ഉമറെ വീട്ടിൽ എന്ത് ബാക്കി എന്നാണ്. ഉമർ പറഞ്ഞു, നബിയെ പകുതി ഇവിടെ ഉണ്ട്, ഈ പകുതിയേ ഉള്ളൂ. അഭിമാനത്തോടു കൂടിയാണ് ഉമർ പറഞ്ഞത്. അടുത്ത ചോദ്യം അബൂബക്കറിനോട്, അബൂബക്കറെ വീട്ടിൽ എന്തുണ്ട് ബാക്കി? അള്ളാഹുവും റസൂലും ഉണ്ട് നബിയെ, ബാക്കി മുഴുവനും ഉണ്ട്. തലയിൽ കൈവച്ച് അന്തം വിട്ട് അമ്പരം നഷ്ടപ്രജ്ഞാനായി പോയ ഉമർ റളിയല്ലാഹു അൻഹു അന്നൊരു വാക്ക് പറഞ്ഞു, ഇനി ജീവിതത്തിൽ ഒരിക്കലും അബൂബക്കറിനെ തോൽപ്പിക്കണമെന്ന മോഹം പോലും എന്റെ മനസ്സിലുദിക്കൂല. അതൊരു പദവിയാ, അതൊരു പദവിയാ. ആ പദവി ദാനം കൊണ്ടുണ്ടാകുന്ന പദവിയാ. ആ പദവി നിർണയിക്കാൻ വേണ്ടി ലോകത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ഓരോ പ്രഭാതവും നമുക്ക് മുമ്പിൽ സൂര്യൻ ഉദിച്ചു വരികയാണ്. ഓരോ അസ്തമയവും നമ്മുടെ പദവി നിർണയിക്കാനുള്ളതാണ്. സിദ്ദീഖിയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാവുന്ന ആ മഹാപദവിയിലേക്ക് നമ്മളെ കൈപിടിച്ചാനയിക്കാനാ. ഈ ആയത്ത് വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മുഴുവൻ കൊടുക്കുന്ന അബൂബക്കറിന്റെ പദവിയാണ്, സിദ്ദീഖിന്റെ പദവിയല്ല. സിദ്ദീഖുൽ അക്ബറിന്റെ പദവിയാ. ഉമറിന്റെ പദവിയും സിദ്ദീഖിൻ്റെതാ, പക്ഷെ അക്ബർ അല്ലാത്ത സിദ്ദീഖാ. സിദ്ദീഖുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ആരും പറയില്ല, സിദ്ദീഖൊക്കെ തന്നെയാണ്. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പിന്നീട് നമ്മൾ പറയുന്നുണ്ട്, മനുഷ്യൻ കൊടുക്കുന്ന കൊടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പദവി നിർണയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അൻസാരികളെ വാഴ്ത്തുകയാണ് അല്ലാഹു. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ, വീടും വിശ്വാസവും മുമ്പേ കരുതി വെച്ചവർ, മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഈ ആവശ്യക്കാരായ സഹാബാക്കൾ എല്ലാം വിട്ടെറിഞ്ഞു വരുന്നതിന് കൊതിയോടെ അവർ കാത്തിരിക്കുകയാണ്. അവർ അവരുടെ ആവശ്യത്തെ അവർ അവഗണിച്ചിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അവർ മുൻതൂക്കം നൽകുകയാണ്. വലൗകാന ബിഹിം ഖസാസ, അവർ ദരിദ്രരാണെങ്കിലും, ദരിദ്രരായിരിക്കുമ്പോൾ പോലും വന്ന മുഹാജിറുകൾക്ക്
കൊടുത്തിട്ട് വേണം എനിക്ക് അനുഭവിക്കാനെന്ന് വിചാരിക്കുന്ന അൻസാറുകളുടെ മനോഭാവത്തെ മറ്റൊരു പദവിയായി അല്ലാഹു തആല പരിചയപ്പെടുത്തുക. ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്ന സദഖ. അതുണ്ടോ? നമ്മുടെ ദർജ എവിടെയായിരിക്കും നാളെ സ്വർഗത്തിൽ? തീരുമാനിക്കാനുള്ള സുവർണാവസരം. മറ്റൊരു പദവിയെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, ആവശ്യം കഴിച്ച് മിച്ചമുള്ളപ്പോൾ കൊടുക്കുന്ന കൊടുപ്പുണ്ട്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ. എന്തിനാണ് ഖുർആൻ കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ 1, 2, 3, 4 മുഴുവൻ കൊടുക്കുക, പകുതി കൊടുക്കുക, ആവശ്യമുള്ളപ്പോൾ കൊടുക്കുക, ആവശ്യം കഴിച്ച് മിച്ചം കൊടുക്കുക, ഇങ്ങനെ വേറെ തരം തിരിച്ച് ഇങ്ങനെ എന്തിനാ പറഞ്ഞത്? ഇതൊക്കെ ഓരോ പദവിയാ. യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അവർ ചോദിക്കുന്നു കൊടുക്കേണ്ടത് എന്താണ് നബിയേ എന്ന്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, പറയുക നബിയെ ഖുലിൽ അഫ്വ. ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് കൊടുക്കാനല്ലാതെ എന്തിനാ? പണത്തിന് കൊടുത്തില്ലേ മൂല്യമുണ്ടോ? ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് കൊടുക്കാനല്ലേ, പിന്നെ എന്താ സാധനത്തിന്റെ ഉപയോഗം? അടുത്ത തലമുറയ്ക്ക് കള്ളു കുടിച്ചു തീർക്കാനോ? അല്ലേ? അതല്ലേ സംഭവിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ. ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു കഴിച്ച് മിച്ചമുള്ളത് കൊടുക്ക്. ഇവിടെ കഴിച്ച് മിച്ചമുള്ളത് കൊടുക്കുന്നത്, ആവശ്യമുള്ളപ്പോൾ കൊടുക്കുന്നത്, പകുതി കൊടുക്കുന്നത്, മുഴുവൻ കൊടുക്കുന്നത്, ഇതൊക്കെ കൊടുക്കൽ മനുഷ്യന്റെ പദവി നിർണയിക്കുന്നു. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, പിന്നെ കൊടുത്തിട്ട് എടുത്തു പറയാതിരിക്കുന്ന കൊടുക്കൽ. ഈ കൊടുക്കലിന്റെ വിഷയത്തിൽ ഇത്രയെല്ലാം വകഭേദങ്ങളെ തരംതിരിച്ചതിനാ? മനുഷ്യന് കൊടുക്കാനും മനുഷ്യന്റെ സഹജീവികളുടെ പ്രശ്നങ്ങൾ കാണാനും അതിലൂടെ അവൻ അള്ളാഹുവിൻ്റെ ഇടയിൽ രണ്ടായി വേർതിരിയുന്ന, രാവ് പോലെ പകല് പോലെ, ആണ് പോലെ പെണ്ണ് പോലെ അധ്വാനം കൊണ്ട് രണ്ടായി വേർതിരിയുന്ന മനുഷ്യർക്കിടയിൽ ഓരോരുത്തരുടെയും പദവി നിശ്ചയിക്കാൻ റബ്ബ് വെച്ചിരിക്കുന്ന എന്ന ഒന്നാമത്തെ ഗുണം കലിമ മൂന്നാമതാ പറഞ്ഞ്, തഖ്വ രണ്ടാമതാ പറഞ്ഞ്, ഒന്നാമത് അഅ്തയാ പറഞ്ഞത്. ആ അഅ്തയുടെ വിപരീതമാണ് അതിന്റെ മറുവശത്തുള്ളവരുടെ ഭാഗത്ത് ഒന്നാമത് പറഞ്ഞ്, തഖ്വയുടെ വിപരീതം രണ്ടാമതാ പറഞ്ഞ്, കലിമത്തു തൗഹീദിനെ വിശ്വസിക്കാനുള്ള മനോഭാവം മൂന്നാമതാ പറഞ്ഞ്, ഒന്നാമത്തത് എല്ലാ നന്മയും ഉദാരതയിൽ തുടങ്ങുന്നു. എല്ലാ നന്മയും ഉദാരതയിൽ തുടങ്ങുന്നു. നാം എവിടെയാണ് റബ്ബിന്റെ മുമ്പിൽ എന്ന് നിശ്ചയിക്കാനുള്ള സുവർണാവസരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നമുക്ക് അല്ലാഹു നിശ്ചയിച്ച സക്കാത്തിന്റെ പങ്ക്. അത് നമ്മൾ സ്വന്തമായി ചെയ്താൽ പലപ്പോഴും പൂർത്തീകരിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് ആവശ്യക്കാരെന്ന് അറിയാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ അതിലേക്കൊന്ന് എത്തി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു സംഘം ഉത്തരവാദിത്തപ്പെട്ടവർ രംഗത്ത് വരികയും നിങ്ങളുടെ വിഹിതം ആവശ്യമായ അളവിൽ അർഹമായ ജലമേഖലകളിൽ വിനിയോഗിച്ചിട്ട് ഒരു പങ്ക് തന്നാൽ നമുക്ക് ഒരു വർഷം ഇത്ര ആവശ്യങ്ങളെങ്കിലും സമൂഹത്തിന്റെ പൊതു ആവശ്യം പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ രംഗത്ത് വന്നത്. ആ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും ഈ ഭവന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ പദ്ധതി, ഇതിനോടുള്ള സഹകരണം തീർച്ചയായിട്ടും റബ്ബ് ഉറ്റുനോക്കുന്നുണ്ട്. നമ്മുടെ ഭാവിയെ സംബന്ധിച്ചുള്ള നിശ്ചയങ്ങൾ, തീരുമാനങ്ങൾ ഇവിടെ കുറിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ? നമുക്കിന്നറിയാമല്ലോ, ലോകത്ത് 44 രാജ്യങ്ങളിൽ നിന്നായി എത്രയോ ദിവസങ്ങളെ യാത്ര ചെയ്ത് ഗസയിൽ പട്ടിണി കിടക്കുന്നുവെന്നറിഞ്ഞിട്ട് നോർവേയിൽ നിന്നും സ്പെയിനിൽ നിന്നും യൂറോപ്യൻ നാടുകളിൽ നിന്നും സഞ്ചരിച്ചെത്തി 50ഓളം ബോട്ടുകളിലായി ഗസയ്ക്ക് ഭക്ഷണവുമായി അമുസ്ലിം രാജ്യങ്ങളുടെ പ്രതിനിധികൾ വന്നപ്പോ ഒരു ബോട്ടോ ഒരു കപ്പലോ നീറ്റിലിറക്കാൻ പെട്രോണാസ് ടവർ പണിത, ബുർജ് ഖലീഫ പണിത, ഈ 1 കിലോമീറ്റർ പൊക്കത്തിൽ ബുർജ് അറേബ്യ പണിയാൻ പോകുന്ന ഒരു രാഷ്ട്രത്തിന്റെയും ഒരു കപ്പലും അവരെ തേടി വന്നില്ല. വന്നോ? നാം എവിടെ നിലനിൽക്കാൻ അവകാശമുണ്ടോ എന്ന് ആളുകളുടെ ആവശ്യങ്ങളോടുള്ള പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പരലോക പദവി മാത്രമല്ല, ഈ ലോകത്ത് നമ്മുടെ ഭാഗതയവും റബ്ബ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇനിയും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വിസ്തരിക്കുന്നില്ല. ഒരുപാട് അനുഭവങ്ങളും ഉദാഹരണങ്ങളും ഉണ്ട്. ഈ ഉമ്മത്തിന് കൊടുക്കേണ്ട ഒന്നും കൊടുക്കുന്നില്ല ഈ സമൂഹം. വഖഫുകൾ തന്നെ അന്യാധീനപ്പെടുന്നു. കാരണം എന്താ? എനിക്കറിയാം, ഒരു 50 ഏക്കർ വഖഫ്, ഒരു 25 ഏക്കർ വഖഫ്, ഒരു പള്ളിക്കുള്ള വഖഫാ. അവിടെ ഖത്തീബിന് ശമ്പളം കൊടുക്കാൻ കാശില്ല. സമൂഹത്തിന് എത്രമാത്രം ഉപകാരപ്പെടേണ്ടതാണ്. ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വഖഫ് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. തട്ടം വേണ്ടാതെ വരുമ്പോൾ തട്ടം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാവിയെ കുറിച്ച്, വരാൻ പോകുന്ന ഭീഷണികളെ കുറിച്ച് നമ്മുടെ ഉദാരതയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല തീരുമാനം കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഇത്തരം നന്മ പ്രവർത്തികൾക്ക് നമ്മുടെ നാടിന്റെ നാം ഏൽപ്പിച്ച പരിപാലകർ മൂലമാക്കൾ നേതൃത്വം നൽകുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാതെ ഒപ്പം നിൽക്കുക. നാം
എല്ലാവർക്കും അത് സാധ്യമാവില്ല. ആർക്കാണ് സാധ്യമാകേതെന്ന്, എൻ്റെ ഉള്ളിലിരിപ്പെന്തെന്ന്, എൻ്റെ പരലോക പദവി ഏതെന്ന് നമ്മുടെ കർമ്മം കൊണ്ട് നാം തന്നെ സ്വയം വിലയിരുത്തുക. പടച്ചതമ്പുരാൻ അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഈ മഹത്തായ പദ്ധതി ഇനിയും വിപുലമായ അളവിൽ എന്നെന്നും തുടരുമാറാകട്ടെ. ഇത് മറ്റ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലാ നാടുകളിലുമുള്ള മഹല്ലുകൾക്ക് ഇതൊരു പാഠമാകട്ടെ. ഇനിയും നമ്മുടെ കണ്ണുകൾ ഈ സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളിലേക്കും നീണ്ടു ചെല്ലുന്ന വിധത്തിൽ ഉദാരതയുടെ ഒരു നീരുറവ, അല്പം പോലും വറ്റി കിട്ടില്ലാത്ത മനസ്സുണ്ടെന്നും പറഞ്ഞ് റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു പോകാൻ നമുക്കാകുമാറാകട്ടെ. അതിനാണ് അല്ലാഹു തആല ഇത്തരം അവസരങ്ങൾ നമുക്ക് തരുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു മഹനീയമായ അർത്ഥഗർഭമായ പരലോകത്ത് റബ്ബിന്റെ പദവി നിർണയിക്കുന്നതിന് അല്ലാഹു ആധാരമാക്കി നിൽക്കുന്ന ഒരു വലിയ കർമ്മ പരിപാടി സക്കാത്ത് പദ്ധതിയുടെ ഭാഗമായി എത്രയോ ആളുകൾക്ക് വീട് കൊടുത്ത് ആ ഒരു വീട്ടില് കയറി താമസിക്കുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം എത്ര വലുതാണല്ലേ. ഇല്ലാത്തവനെ, വീടില്ലാത്തവനെ വീടിന്റെ വിഷമറിയും. അവരുടെ ആ വലിയ സന്തോഷം ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കുന്ന ഒരു നിമിഷം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം നടത്തിയാൽ ഇദ്ഖാലുൽ മുഅ്മിൻ സുറൂരി ഫി ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം പ്രവേശിപ്പിക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന കൂലിയെ കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ മക്കൾക്ക്, ഈ കുടുംബത്തിലെ അതിന്റെ എത്ര വലിയ സന്തോഷമാണ് ജീവിതാന്ത്യം വരെ ഒരു വീട് പണിത് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ രേഖകളിൽ നമ്മുടെ പദവികൾ വർദ്ധിപ്പിക്കപ്പെടുന്ന ഈ മഹത്തായ പ്രക്രിയയെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബാസിത്ത് സാഹിബ് അടക്കം, അതുപോലെ തന്നെ നമ്മുടെ റഹീസ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അതിന്റെ സഹകാരികൾ, റബ്ബ് തആല അവരെ എന്നെന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ആരുമില്ലെങ്കിലും ആവുന്ന അളവിൽ അവസാന ശ്വാസം വരെ ഇത്തരം പ്രസ്ഥാനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ ഉദാരതയാണ് നമ്മുടെ ഭീഷണിയെ നിർണ്ണയിക്കുന്നത്. തട്ടപ്രശ്നത്തിലും ഉദാരതയുടെ പ്രശ്നമുണ്ട്, വഖഫ് പ്രശ്നത്തിലും നമ്മുടെ ഉദാരതയുടെ പ്രശ്നമുണ്ട്. അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് നേരമില്ലാത്തത് കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. റബ്ബ് ഈ മഹാസംരംഭത്തെ അനുഗ്രഹിക്കട്ടെ. ഇതിൽ വന്നു ചേരാൻ, ഈ മജ്‌ലിസിനോട് അല്പസമയം അഭിസംബോധന ചെയ്യാൻ അവസരം തന്നത് ഒരു സൗഭാഗ്യമായി കണ്ടുകൊണ്ട് സർവശക്തനായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്.